ഇൻട്രൊഡക്ഷൻ തുടങ്ങിയ സാറേ. ഹലോ ഹലോ പറഞ്ഞു തുടങ്ങിയോ? ഹലോ മൈക്ക് ക്യാമറ ഓഫ് ആക്കാൻ പറഞ്ഞു. ഓണാക്കാൻ പറഞ്ഞു. ഞാൻ വിളിക്കണതല്ലേ. മൈക്ക് ഓൺ ആണ്. ഹലോ സാർ. ഹലോ സാർ. സാബു സാർ. ഹലോ സാറേ. സാബു സാർ. Is it audible? Hello? സാബു സാർ. സാറേ കേൾക്കാമോ? ഹലോ ഹലോ കേൾക്കാമോ? 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 കേൾക്കാം. ഗുഡ് ഈവനിങ് സാർ. ആദ്യമായിട്ട് 10 മിനിറ്റ് നമ്മൾ ലേറ്റ് ആയി പോയി. അതിന് എല്ലാവരോടും ക്ഷമാപണം നടത്തുന്നു. ദൈവത്തിന് മഹത്വം. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം. സാബു സാർ എന്നോട് പറഞ്ഞു സാർ യാത്രയിലായതുകൊണ്ട് ഞാൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് തുടങ്ങിക്കോളാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. എന്റെ പേര് ഡോക്ടർ ബേബി എം പി എന്നാണ്. ഞാൻ കാഞ്ഞിരപ്പള്ളി സെന്റ് ജോൺസ് കോളേജിലെ അധ്യാപകനായിട്ട് 1980 തൊട്ട് 2014 വരെ വർക്ക് ചെയ്തു. അതിനുശേഷം 2014 തൊട്ട് മരിയൻ കോളേജിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. എന്റെ ജീവിത പങ്കാളി കാഞ്ഞിരപ്പള്ളി സെന്റ് ജോൺസ് കോളേജിൽ തന്നെ മലയാളം വിഭാഗത്തിന്റെ അധ്യാപികയായിരുന്നു ആരിസ് ബേബി ആയിരുന്നു. 2015 റിട്ടയർമെന്റിന് ശേഷം നിത്യസമ്മാനത്തിനായി യാത്രയായി. എനിക്ക് 2 മക്കളാണ്, അലനും അഞ്ജുവും. അലൻ ഷാർജയിലും മോള് ബാംഗ്ലൂരിലും ജോലി ചെയ്യുന്നു. ഇത്രയാണ് എന്നെ പറ്റി പൊതുവായിട്ട് പറയാനുള്ള കാര്യങ്ങള്. ഇനി ഞാൻ ഈ വിഷയത്തെ പറ്റി, നമ്മുടെ ടോപ്പിക് എന്നുള്ളത് സ്പിരിച്വൽ അക്കൗണ്ടിങ് ഫോർ എഫക്റ്റീവ് പേരന്റിംഗ് ആണ്. ഞാനിവിടെ പ്രധാനമായിട്ട് ഈ വിഷയം തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം, ഇത് ഞാനൊരു ഗവേഷകനാണ്. എൻ്റെ കൂടെ 10-13 പേര് PhD ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ 3 ആസ്പെക്റ്റ് ആണ് ഇവിടെ എടുത്തിട്ട് സ്പിരിച്വൽ അക്കൗണ്ടിങ് മാത്രമാണ് കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. 1 സ്പിരിച്വൽ എന്നുള്ള ആസ്പെക്ട്, 2 അക്കൗണ്ടിങ്, 3 ഇഫക്റ്റീവ് പേരന്റിങ്. അപ്പൊ ഇത് ഞാൻ ഈ ഒരു വിഷയം തിരഞ്ഞെടുത്തതിൻ്റെ അകത്ത് 2-3 കാരണങ്ങളുണ്ട്. ഈ വിഷയം വാദിക്കാനും ജയിക്കാനും
വേണ്ടി തിരഞ്ഞെടുത്ത വിഷയമല്ല, അറിയാനും അറിയിക്കാനും വേണ്ടി മാത്രമുള്ളതാണ്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കണ്ടെത്തിയത്, ഞാനിപ്പോൾ ബൈബിളിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് പറയുന്നത്. ഓരോരുത്തർക്കും അവരവർ വിശ്വസിക്കുന്ന മതഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ഏത് ശക്തിയിലാണോ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാന്നുള്ളതാണ് ഒന്നാമത്തെ നേട്ടമായിട്ട് ഞാൻ കാണുന്നത്. രണ്ടാമത്തെ പ്രയോജനമായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒന്ന് മതഗ്രന്ഥങ്ങളുടെ രീതിയിലാക്കാം. ഇനി അടുത്തത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും പഠിച്ച വിഷയത്തിന് എക്കണോമിക്സ് ആയിട്ടാകാം, കൊമേഴ്സ് ആയിട്ടാകാം, മാനേജ്മെന്റ് ആയിട്ടാകാം, പല വിഷയമായിട്ട് ലിങ്ക് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വിഷയം ഞാൻ തിരഞ്ഞെടുത്തത്. ഇനി ഞാൻ വിഷയത്തിലേക്ക് നേരിട്ട് പോവുകയാണ്. ഇതാണ് എന്നെ പറ്റി ബ്രീഫായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്തതായിട്ട് ഞാൻ ഇവിടെ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഞാൻ വർഷങ്ങളായിട്ട് 30 വർഷമായിട്ട് എന്ന് ക്ലാസ് എടുത്താലും ഈ പ്രയറോട് കൂടിയാണ് ഞാൻ ക്ലാസ് ആരംഭിക്കാറുള്ളത്. ഇത് ഒരു കോസ്മോപൊളിറ്റൻ ആയിട്ടുള്ള ഒരു പ്രയർ ആണ്. ഇതിന്റെ പേര് സെറനിറ്റി പ്രയർ എന്നാണ്. അപ്പൊ എനിക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഓക്കെ, സ്ക്രീൻ ഉണ്ടല്ലോ, സ്ക്രീൻ സ്ലൈഡ് ഷോ ആക്കണേ. എന്തോ സ്ക്രീൻ ഷെയറിംഗ് സ്ലൈഡ് ഷോ ആക്കാം സാർ. ഇപ്പൊ ആക്കാം. സോറി സാർ, ഇപ്പൊ ആക്കാം. കറക്റ്റ് ആയ സാറേ? ഇതാണ് പ്രയർ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രയറാണ്. ഇതിന്റെ പേര് സെറനിറ്റി പ്രയർ എന്നുള്ളതാണ്. ഗോഡ് ഗ്രാന്റ് മീ ദ സെറനിറ്റി ടു അക്സെപ്റ്റ് ദ തിങ്സ് ഐ കനോട്ട് ചേഞ്ച്, കറേജ് ടു ചേഞ്ച് ദ തിങ്സ് ഐ ക്യാൻ, ആൻഡ് വിസ്ഡം ടു നോ ദ ഡിഫറൻസ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വേണ്ട 3 കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ മാറ്റാൻ സാധിക്കും, അതിനെ മാറ്റാനും ചില കാര്യങ്ങൾ മാറ്റാൻ നമുക്ക് സാധിക്കില്ല, അതിനെ അംഗീകരിക്കുവാനും. അതുപോലെ ഇത് തിരിച്ചറിയാനുള്ള വിവേകത്തിന് വേണ്ടിയാണ് ഉള്ള ഒരു പ്രാർത്ഥന എന്ന് മാത്രമേ ഇവിടെയുള്ളൂ. അപ്പൊ തീർച്ചയായും എന്നെ ഞാനാക്കിയത് ഈ ഒരു പ്രയറാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത് മാത്രമാണ്. ഇനി ഞാൻ ഈ ടോപ്പിക് തിരഞ്ഞെടുത്തപ്പോൾ ഈ കുടുംബത്തെ സംബന്ധിച്ചുള്ള ഓരോ സമയം മാറുന്നതോടും മോഡലുകളെല്ലാം മാറുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തർക്കും നമ്മുടേതായ ഒരു ഒന്നെങ്കിൽ എൻ്റെ അപ്പന്റെ കുടുംബത്തിന്റെ മോഡൽ കാണും, അല്ലെങ്കിൽ നമ്മുടെ അയലോക്കക്കാരുടെ കാണും, ബന്ധുക്കാരുടെ കാണും, അങ്ങനെ പല മോഡലുകളുണ്ട്. ഇവിടെ ഞാൻ കണ്ടെത്തിയത് 2020 വർഷമായിട്ട് ഇത്ര വർഷമായിട്ട് മാറാതെ പോകുന്ന ഒരു മോഡൽ. ഈ മോഡലിൽ 3 എല്ലാവർക്കും അറിയാവുന്ന ആളുകളാണ്. ഒന്ന് യോസേഫ് അല്ലെങ്കിൽ ജോസഫ്, അടുത്ത മറിയം, അടുത്ത ജീസസ്. അതിൽ ഈ ജോസഫിന്റെ പ്രത്യേകത നമുക്ക് എല്ലാം അറിയാം. നീതിമാനായിരുന്നു, അതുപോലെ തന്നെ എല്ലാ കാവലും ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. മാതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, എല്ലാ കാര്യങ്ങളും ഉള്ളിൽ സംഗ്രഹിച്ച ആളാണ്. അതുപോലെ തന്നെ ദൈവത്തിന് സറണ്ടർ ചെയ്ത ആളാണ്. അതുപോലെ തന്നെ ജീസസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ തീർച്ചയായും ഞങ്ങളുടെ കുടുംബത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഈ ഹോളി ഫാമിലിയാണ്. ഹോളി ഫാമിലി എന്നുള്ളത് ഞാൻ ഈ വാക്കുകളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു വാക്ക് മാത്രമായിരിക്കാം ആർക്കെങ്കിലും സംശയം ഉണ്ടാകാവുന്നത്, അത് ഏണിംഗ് എന്നുള്ളതാണ്. ഏണിംഗ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തീവ്രമായ അഭിലാഷം അല്ലെങ്കിൽ അഭിവാഞ്ചിയം എന്നുള്ളതാണ്. അടുത്തത് ഇതാണ് ഞങ്ങളുടെ ഫാമിലി. ഈ ഫാമിലിയിൽ എൻ്റെ ഫാദറുണ്ട്, മദറുണ്ട്, മക്കളുണ്ട്, എൻ്റെ വൈഫുണ്ട്, ആളുകളുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇതിനെ ഞങ്ങളുടെ ഒരു ഹോളി ഫാമിലി ആയിട്ടാണ് കണക്കാക്കി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫാദർ ആരാന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാവുന്നതാണ്. നമ്മൾ ഓരോ വാക്കുകൾ വെച്ച് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ മദർ, അതുപോലെ ചൈൽഡ്. ഞാൻ PPT ഷെയർ ചെയ്യാം. ഇതാണ് എൻ്റെ ഇപ്പൊ ആദ്യം കാണുന്നത് മകനും അവന്റെ ഭാര്യയും 2 കുട്ടികൾ, അടുത്തത് മകളും മോളുടെ ഹസ്ബൻഡും ഒരു കുഞ്ഞും. ഇനി ഇതാണ് എൻ്റെ വിഷയം, അതായത് അക്കൗണ്ട്, പേരന്റിങ് ആൻഡ് അക്കൗണ്ട്. നമ്മളിവിടെ വിഷയം ഇതാണല്ലോ, അക്കൗണ്ടിങ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും അനുഭവിച്ചറിഞ്ഞതും ആയ കാര്യം പേരന്റിങ് എന്ന് പറഞ്ഞത് കണക്ക് ബോധിപ്പിക്കലാണ്. അതെന്താണെന്ന് പറയാനാണ് ഞാൻ ഈ ആഗ്രഹിക്കുന്നത്. പേരന്റിങ് എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടിങ് ടു ദ ഗോഡ് ആണ്, അക്കൗണ്ടബിലിറ്റി ടു ദ ഗോഡ്. അതിനു വേണ്ടി ഞാൻ ബൈബിൾ എടുത്തിട്ടുണ്ട്. ബൈബിള് പേരൻസിനെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഞാൻ ബ്രീഫായിട്ട് ഷെയർ ചെയ്യാണ്. 2 കഥകളാണ് നമുക്കെല്ലാം അറിയാവുന്ന കഥകളാണ്, നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ്. ഒന്ന് ദ പാരബിൾ ഓഫ് ദ 10 വെർജിൻസ്, അതായത് 10 കന്യകമാരുടെ ഉപയാണ്. വിവേകമുള്ള 5 ആളുകളും വിവേകമില്ലാത്ത 5 ആളുകളും. അപ്പം വിവേകമുള്ള ആളുകൾക്ക് അതിന്റെ പ്രത്യേകത എന്നാന്ന് ഞാൻ ഒടുവിൽ പറഞ്ഞുകൊള്ളാം. ഇനി രണ്ടാമത്തെ കഥയിൽ താലന്തുകളുടെ ഉപമയാണ്. 5 താലന്ത്, 2 താലന്തുകൾ, 1 താലന്ത്. അപ്പൊ ഇതിന്റെ 2ന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിരിക്കും. ഞാൻ വിശദമായിട്ടൊന്നും പറയുന്നില്ല, 2-3 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, മക്കൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്. അതുകൊണ്ട് മക്കളെ പ്രായത്തിലും ജ്ഞാനത്തിലും നമ്മൾ വിശ്വസിക്കുന്ന ദൈവം എന്നുള്ള വാക്ക് ഉപയോഗിക്കാം, പ്രപഞ്ചശക്തി എന്ന് ഉപയോഗിക്കാം, എന്ത് പേര് ഉപയോഗിച്ചാലും നമ്മൾ വിശ്വസിക്കുന്ന ശക്തിയുടെ
അതിന്റെ ശക്തിക്ക് നമ്മൾ വിശ്വസിക്കുന്ന ശക്തിയുടെ ആ പ്രഭാവത്തിനനുസരിച്ചായിട്ട് നമ്മൾ നമ്മുടെ മക്കളെ വളർത്താനായിട്ട് നമുക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെ പ്രായത്തിലും ജ്ഞാനത്തിലും വളർത്തണം, മക്കളെ പ്രകോപിപ്പിക്കരുത്, അതുപോലെ തന്നെ ശിക്ഷണം ആദ്യം കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇതാണ് എന്റെ വിഷയം, ബാലൻസ് ഷീറ്റ്. അതായത് സ്പിരിച്വൽ അക്കൗണ്ടിങ്ങിന്റെ അകത്ത് ഒരു ബാലൻസ് ഷീറ്റിനെ പറ്റിയാണ് പറയുന്നത്. ലൈഫ് ഈസ് ലൈക്ക് എ ബാലൻസ് ഷീറ്റ് വേർ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഹാസ് ടു ബി ടാലിഡ്. അടുത്തത്, അവർ ബ്രെയിൻസ് ആർ ഐദർ അവർ ഗ്രേറ്റസ്റ്റ് അസറ്റ്സ് ഓർ അവർ ഗ്രേറ്റസ്റ്റ് ലയബിലിറ്റീസ്. ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങളൊന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അസറ്റ് ലയബിലിറ്റി. അതിന് നമുക്കറിയാമല്ലോ, നമ്മൾ കണക്ക് എഴുതുമ്പോൾ പ്രധാനമായിട്ട് രീതിയിൽ 3 രീതിയിലാണ് കണക്ക് എഴുതുന്നത്. ഒന്ന് സിംഗിൾ എൻട്രി എന്ന് പറയും. നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ ആ ഭാഗം മാത്രം എഴുതുന്ന സിംഗിൾ എൻട്രി എന്ന് പറയും. അതായത് കിട്ടുന്നതും കൊടുക്കുന്നതും നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നമ്മൾ ഡബിൾ എൻട്രി എന്ന് പറയും. അതുപോലെ തന്നെ ഈ നമ്മുടെ ഇലക്ട്രിസിറ്റി കമ്പനി അങ്ങനെയുള്ള കമ്പനികളുടെ എഴുതുന്ന ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്ന് പറയും. ഇതാണ് ഇന്റർനാഷണൽ ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത 3 അക്കൗണ്ടിങ് സിസ്റ്റം. അപ്പൊ ഇതില് ഞാൻ ഡബിൾ അക്കൗണ്ട് എടുത്തിട്ട് എങ്ങനെയാണ് നമ്മുടെ ഈ കണക്കുകൾ അതായത് ഇവിടെ നമ്മൾ വിശ്വസിക്കുന്നതിന് ശേഷം ഇതിന് ശേഷമുള്ള ഒരു ജീവിതം, അത് എന്തേലും ആകട്ടെ പേര്, അവിടെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ ഈ ക്ലാസ്സിലൂടെ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിന് 2 സൈഡ് ഉണ്ട്. ഒന്ന് അസറ്റ് സൈഡും 2 ലയബിലിറ്റി സൈഡും. അവസാനമായിട്ട് നോക്കുമ്പോൾ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും ഒരുപോലെ ഇരിക്കണം. എന്നാലും ബാലൻസ് ഷീറ്റ് നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടായാലും ഇല്ലെങ്കിലും അത് ബാലൻസ് ഷീറ്റിന്റെ ഒരു പ്രത്യേകത ആസ് ഓൺ എന്നുള്ള ഡേറ്റ് ആണ്, ആസ് ഓൺ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും എനിക്ക് കിട്ടിയ വെളിച്ചത്തിന്റെ അറിവിന്റെ വെളിച്ചത്തില് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലെ ഫസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്. സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറയുന്നത് നമ്മുടെ ബെർത്ത് ആണ്. അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഡെത്ത് ആണ്. അങ്ങനെയാണെങ്കിൽ അവസാനമായിട്ട് നമ്മൾ ഇവിടെ നിന്ന് കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിൽ എന്തൊക്കെയുണ്ടോ അതാണ് ഒരു ബാലൻസ് ഷീറ്റിൽ അറിയാം. ഇനി നമുക്ക് അവർക്കറിയാം, ബാലൻസ് ഷീറ്റ് സാധാരണഗതിയിൽ 1 വർഷത്തേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നെങ്കിലും അതിനെ സാധാരണഗതിയിൽ പ്രത്യേകിച്ച് കമ്പനിയിലൊക്കെ 4 ക്വാർട്ടർ ആയിട്ട് തിരിക്കാറുണ്ട്. ഒരു 3 മാസം കൊടുത്ത് 4 ക്വാർട്ടേഴ്സ് ആയിട്ട് തിരിക്കാറുണ്ട്. അപ്പൊ തീർച്ചയായും ഇത് നമ്മുടെ ജീവിതത്തിലും വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. ആ 4 ക്വാർട്ടേഴ്സിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. അതിനെ ഓരോ ദിവസവും കണക്കെഴുതും. അതിനുശേഷം ഒരു 3 മാസത്തെ കൂടുതൽ കണക്കെടുക്കും. ആ കണക്കെടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾക്കൊരു ലക്ഷ്യമുണ്ട്. വർഷത്തിന്റെ ആദ്യം നമ്മളൊരു ടാർഗറ്റ് ഇടും. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, 3 മാസത്തിനുള്ളിൽ അച്ചീവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള വിലയിരുത്തി, അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേപടി പോകും, ഇല്ലെങ്കിൽ അത് ഒന്നെങ്കിൽ ഉയർത്തും അല്ലെങ്കിൽ താക്കും. അതിനു വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 1 വർഷം കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന ഇവാലുവേഷൻ ആണ്. ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം, 1 വർഷം കഴിഞ്ഞു പോയി, ഇനി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, അടുത്ത വർഷം വേണമെങ്കിൽ അതിന്റെ വെളിച്ചത്തിൽ നമുക്ക് വേണ്ട തിരുത്തലുകൾ വരാനേ ഉള്ളൂ. അതേസമയം നമ്മൾ ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേര് അപ്രൈസൽ എന്നാണ്. അപ്പൊ അപ്രൈസലിന്റെ പ്രത്യേകത ആ സമയത്ത് വെച്ച് തന്നെ നമുക്ക് കറക്ഷൻ നടത്താൻ സാധിക്കും. അപ്പൊ ഓരോ ദിവസവും നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ രാവിലെ നമ്മൾ ജോലി ആരംഭിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ കാര്യത്തെ പറ്റി ഒരു തീരുമാനം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അവസാനമായിട്ട് നമ്മൾ ചെയ്യാൻ സാധിച്ചോ, ചെയ്യാതെ ചില കാര്യങ്ങൾ വിട്ടുപോയോ, അറിഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ ഉപേക്ഷിച്ചോ, അറിയാതെ ചെയ്തു, ഇതെല്ലാം നമുക്ക് ആ ദിവസത്തിന്റെ തന്നെ വൈകിട്ട് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് അപ്രൈസൽ എന്ന് പറയാം. ആ സമയം 3 മാസം കഴിഞ്ഞ് വിലയിരുത്തുകയാണെങ്കിൽ അത് ഇവാലുവേഷൻ ആയിട്ട് വരും. പക്ഷേ ഈ 2 വാക്കുകളും ഒരുമിച്ചാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഒടുവില് ഈ അസറ്റും ലയബിലിറ്റിയും ഒരുമിച്ചാക്കുക. അതിനുവേണ്ടി ആ അസറ്റ് ആണ് കൂടുതൽ, ലയബിലിറ്റീസ് ആണ് കൂടുതൽ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തത്. ഇനി അതുപോലെ അടുത്ത കൂട്ടി പറയുന്നുണ്ട്, അവർ ബ്രെയിൻസ് ആർ ഐദർ അവർ ഗ്രേറ്റസ്റ്റ് അസറ്റ്സ് ഓർ അവർ ഗ്രേറ്റസ്റ്റ് ലയബിലിറ്റീസ്. ഇനി ഞാൻ ഇതുമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഗോൾഡൻ റൂൾസ് ഓഫ് സ്പിരിച്വൽ അക്കൗണ്ടിങ് ആണ്. ഗോൾഡൻ റൂൾസ് ഓഫ് സ്പിരിച്വൽ അക്കൗണ്ടിങ് ഇവിടെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കണക്ക് നമുക്ക് 3 രീതിയിൽ ആണ് അവതരിപ്പിക്കാവുന്നത്. ഒന്ന്, ഒരു ഭാഗം മാത്രം എഴുതി അവതരിപ്പിച്ചാൽ അത് സിംഗിൾ എൻട്രി ആകും. 2 ഭാഗങ്ങൾ, അതായത് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. കിട്ടുന്നതെല്ലാം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡെബിറ്റും, കൊടുക്കുന്നതെല്ലാം ക്രെഡിറ്റുമായിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, അങ്ങനെ 2 ഭാഗങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ അതിന് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയും. അത് തന്നെ ഞാൻ സൂചിപ്പിച്ചാണ്. ഇവിടെ സ്പിരിച്വൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഞാൻ എന്റേതായ രീതിയിൽ കണ്ടെത്തിയ ഒരു കൺസെപ്റ്റ് ആണ്. അപ്പം അതുപോലെ ആ കൺസെപ്റ്റിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. ഈ 6 വാക്കുകൾ മാത്രമേ ഞാൻ ബൈബിളിൽ നിന്ന് എടുത്ത 6 കാര്യങ്ങൾ മാത്രമേ ഞാൻ ഉൾപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രയർ ആണ്. ഇതിന്റെ പ്രത്യേകത, നമുക്ക് 2 ജീവിതമുണ്ട്. ഒന്ന് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിതം, രണ്ടാമത്തേത് നമ്മുടെ
ആ ഡേറ്റ് ആ സോൺ ഒരു ദിവസം നമ്മൾ ഇവിടെ നിന്ന് ഈ ഭൂമുഖത്ത് നിന്ന് നമ്മൾ വിളിക്കുന്ന എന്ത് പേരിനാണെങ്കിലും നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ വിചാരബിന്ദു സാറിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ പ്രാണൻ കടന്നു പോകും. അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന അനുസരിച്ച് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു പോകും. ആ പോകുന്ന സമയത്ത് ഒടുവില് ഞാനൊക്കെ വീട്ടിൽ കേട്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണേലും ശരിക്കും പറഞ്ഞാല് നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഞാൻ ഈ ഒരു വിഷയം തിരഞ്ഞെടുത്തപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ച ഒരു കാര്യം, സ്കൂളിൽ പഠിച്ച് നമ്മളെല്ലാം പഠിച്ചതായിരിക്കും ഞാൻ കരുതുന്നു, ആദാമിന്റെ മകൻ അബു എന്നുള്ള ഒരു പാഠം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചതാണ്, എന്റെ മനസ്സിൽ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, എങ്കിലും ഞാൻ അതൊന്ന് ബ്രീഫായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അബു ഒരു സ്കൂള് ഒരു ചെറിയൊരു ആറിന്റെ ഒരു സൈഡിലാണ് ഇരിക്കുന്നത്. അബുവിന്റെ വീട് മറുവശത്താണ്. അപ്പോൾ വെള്ളം മുങ്ങിക്കഴിഞ്ഞാൽ ആളുകൾക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ അബുവിന്റെ ജോലി, അബു എല്ലാ കുട്ടികളെയും സ്കൂളിലേക്ക് കൈ പിടിച്ച് ഉയർത്തിയതിനു ശേഷം മാത്രമേ അബു ക്ലാസ്സിൽ പോകുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് അബു എന്ന് താമസിച്ച ക്ലാസ്സിൽ ചെല്ലുകയുള്ളൂ. അതുപോലെ തന്നെ വൈകിട്ടായി കഴിഞ്ഞ സമയത്ത്, വെള്ളമുള്ള സമയത്ത് അബു നേരെ തിരിച്ച് എല്ലാവരെയും അക്കരെ കടന്നതിന് ശേഷം മാത്രമേ അബു വീട്ടിൽ പോകാറുള്ളൂ. കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാല് ദൈവത്തിന്റെ കണക്ക് പുസ്തകം ദൈവം അബുവിന് മുമ്പിൽ അവതരിപ്പിച്ചു. ആദ്യത്തെ കണക്ക് പുസ്തകം ഇതായിരുന്നു: ദൈവത്തെ സ്നേഹിക്കുന്ന ആളുടെ പേര്. എല്ലാ കുട്ടികളുടെയും പേരുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും താഴെയായിട്ടാണ് അബുവിന്റെ പേര് കണ്ടത്. അബുവിന് വളരെ സങ്കടം തോന്നി. എന്നാൽ തൊട്ട് അടുത്തായിട്ട് അബുവിനെ ദൈവം ഒരു കണക്ക് പുസ്തകം കാണിച്ചു. ആ കണക്ക് പുസ്തകത്തിൽ ദൈവം സ്നേഹിക്കുന്ന ആളുടെ പേരായിട്ട് ഫസ്റ്റ് ആയിട്ട് കിടന്നത് അബുവാണ്. അതിനകത്ത് എന്തോ വ്യത്യാസം ഉണ്ടെന്നാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ഒരു കാര്യമാണ്. അപ്പൊ അവിടെ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. പേരെന്ത് പറഞ്ഞാലും ഇനി അടുത്ത ചോദ്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ ആ ദൈവത്തിന്റെ കൂടെയാണോ, അല്ലെങ്കിൽ നമ്മൾ ആ പ്രപഞ്ചശക്തിക്ക് അനുസൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്? പ്രപഞ്ചശക്തിക്ക് ഒരു നിയമമുണ്ട്, അതനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. തുടക്കമുണ്ട്, അവസാനമുണ്ട്, കാര്യങ്ങളെല്ലാം നടക്കുന്നു. നമുക്ക് നമ്മളെ കരുതുന്നുണ്ട് പ്രപഞ്ചശക്തി, പക്ഷെ അല്ലെങ്കിൽ ദൈവം നമ്മളെ കരുതുന്നുണ്ട്. നമ്മൾ ദൈവത്തിന്റെ കൂടെയാണോ ഇല്ല എന്നുള്ളതാണ്. അതിൽ ഒന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്: പ്രയർ. അത് ഏത് മതത്തിൽ വിശ്വസിച്ചാലും നമ്മൾ അതിന് പറയുന്ന വാക്കുകൾക്ക് വ്യത്യാസം മാത്രമേ ഉള്ളൂ. തീർച്ചയായും പ്രയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിചാരബിന്ദു സാറൊക്കെ കഴിഞ്ഞ ദിവസം പോലെ നമ്മളും ദൈവവുമായിട്ടൊരു ഹൃദയംഗമായ സംഭാഷണമാണ്. അതായത് അങ്ങോട്ടെല്ലാം പറയുന്ന ലിസ്റ്റ് കൊടുക്കുന്നത് മാത്രമല്ല, നമ്മൾ ആ ദൈവത്തിന്റെ സ്വരം ഞാൻ വിശ്വസിക്കുന്ന അനുസരിച്ച് നമ്മൾ കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെല്ലിച്ചേർന്ന പ്രാർത്ഥനകളെ ഞാൻ പ്രയറായിട്ട് കണക്കാക്കാറില്ല. ഇനി നമ്മൾ കുറെ സമയം ഇരുന്ന് ബൈബിളോ ഗീതയോ മഹാഭാരതോ ഖുറാനോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ പ്രകൃതിയിൽ നിന്ന് തന്നെ നമ്മൾ അവിടെ ഇരുന്ന് പ്രകൃതിയുടെ ശബ്ദമൊക്കെ കേട്ട് അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് പ്രയർ ആയിട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായും പ്രയർ എന്ന് പറഞ്ഞത് നമ്മുടെ എല്ലാവരുടെയും ഒരു ജീവിതത്തിന്റെ, നമ്മൾ എന്ത് തുടങ്ങിയാലും നമുക്കറിയാൻ സാധിക്കും, ഏത് പ്രോഗ്രാം ആണെങ്കിലും ആദ്യം സൈലന്റ് പ്രയർ അല്ലെങ്കിൽ പ്രയറോട് കൂടിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം തന്നെ ഇതാണ്: ഒന്നും നമുക്ക് സ്വന്തമായിട്ടില്ല, എല്ലാം ദാനമാണ്. അപ്പൊ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് 73 കോളേജിൽ പഠിക്കാൻ പോയപ്പോൾ അന്ന് ഒരു ബസ് മാത്രമേ, എന്റെ പ്രൈവറ്റ് ബസ് മാത്രമേ യാത്രയുള്ളൂ. 40 കിലോമീറ്റർ യാത്ര ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. ആ ബസ്സിന്റെ പേര് ഗ്രേസ് ആണ്. ആ ബസ്സിൽ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു: നോട്ട് ഓൺ അവർ മെരിറ്റ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ്. അപ്പോൾ അന്ന് തൊട്ട് എന്റെ മനസ്സിൽ പറഞ്ഞു. പക്ഷെ ഞാൻ ആ ബസ്സിന്റെ പേരാണെന്നാണ് ഓർത്തുകൊണ്ടിരുന്നത്. കുറെ വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതാണ് അതിന്റെ അർത്ഥം. നമ്മൾ ആരും ഒന്നിന്റെ ഉടമസ്ഥരല്ല, നമ്മൾ വെറും സൂക്ഷിപ്പുകാരാണ്. നമ്മളാരും യജമാന്മാരല്ല, നമ്മളെല്ലാവരും ഭൃത്യന്മാരാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പോൾ തീർച്ചയായും കണക്ക് ബോധിപ്പിക്കേണ്ടത് നമ്മളെല്ലാവരും ദാനമാണെങ്കിൽ ദാതാവിനാണ് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഓക്കെ, ഞാൻ വിശ്വസിക്കുന്നത് ജീസസ് ആണ്. ഓരോരുത്തർക്കും അവരുടേതായ വിശ്വാസങ്ങളുണ്ട്. ആരാണോ നമ്മളെ ഇങ്ങോട്ട് അയച്ച ആൾക്ക് നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പൊ തീർച്ചയായും കണക്ക് പ്രയറിന് എന്നാണ് കണക്കിലുള്ളതിൽ ഏറ്റവും നമ്മൾ പ്രധാനപ്പെട്ടായിട്ട് കണക്കാക്കേണ്ട ഒരു കാര്യം പ്രയറാണ്. പ്രയർ എന്ന് പറഞ്ഞാൽ സ്വരം കേൾക്കുന്ന സ്വരത്തിന് അനുസൃതമായിട്ട് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ. നമ്മൾ സാധാരണ രണ്ട് രീതിയിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന് നമ്മൾ പറയാറുണ്ട് ഒലിവർ ട്വിസ്റ്റ് ഒലിവർ പ്രത്യേകത എല്ലാം നമുക്കറിയാൻ സാധിക്കും. എപ്പോഴും ഐ വാണ്ട് മോർ, എത്ര കിട്ടിയാലും തൃപ്തി പോരാ, വേണം എന്ന് ചിന്തിക്കുന്നവരാണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നുണ്ട്, എന്നാൽ നമ്മൾ ആ കാര്യം മറ്റുള്ളവർക്ക് പങ്കുവെക്കുമ്പോൾ നമുക്ക് ആനന്ദം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ തീർച്ചയായും പ്രയർ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. രണ്ടാമത്തേത് ഫെയ്ത്ത്. അതും നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശ്വാസത്തിന്റെ ഭാരമാണ്. എനിക്ക് ജീവിതത്തിന്റെ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ ജീവിത പങ്കാളി 56 വയസ്സായ സമയത്ത് തന്നെ നിത്യസമ്മാനത്തിനായി യാത്രയായി കഴിഞ്ഞു. ഈ അടുത്ത ഇടയ്ക്ക് എന്റെ ഒരേ ഒരു പെങ്ങള് മാത്രമേ ഉള്ളൂ. ആ പെങ്ങള് കോവിഡ് അനന്തര ഫലമായി ഉണ്ടായ ഇതുകൊണ്ട് ഒരു 50 ദിവസം അടുത്തായിട്ടുള്ളൂ സമ്മാനത്തിനായി യാത്ര ചെയ്തു. അടുത്ത കാലത്ത് എന്റെ അപ്പൻ ദൈവത്തിന്റെ അടുത്ത് സമ്മാനത്തിനായി യാത്ര ചെയ്തു. അപ്പൊ അതുകൂടാതെ എനിക്ക് പലതരത്തിലുള്ള പേഴ്സണലായ പല പ്രതിസന്ധികളൊക്കെ ഉണ്ട്. ഈ പ്രതിസന്ധികളെല്ലാം ഉള്ള സമയത്തും ഞാൻ വളരെ അചഞ്ചലനായിട്ട്
പിടിച്ചു നിൽക്കുന്നുണ്ട്. പിടിച്ചു നിൽക്കുന്ന മാത്രമല്ല, എന്റെ ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക അല്ലെങ്കിൽ സ്പിരിച്വൽ ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടാക്കാൻ വേണ്ടി എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണം എന്താ വെച്ചാൽ എനിക്കൊരു വിശ്വാസമുണ്ട്. അതായത് എന്നെ ഇങ്ങോട്ട് അയച്ച ദൈവത്തിന് എന്നെ പറ്റി ഒരു പദ്ധതി ഉണ്ടെന്നും ആ പദ്ധതി പൂർത്തിയാക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ നിന്ന് കടന്നു പോകേണ്ടതാണെന്നും അതുവരെ ഞാൻ ഇവിടെ കാണുമെന്നും എന്നെ ദൈവം കൈവിടുന്ന ഒരു വിശ്വാസമുണ്ട്. ഈ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഞാൻ കരുതുന്നു. മൂന്നാമത്തെ കാര്യം, എന്റെ വീട്ടിൽ നിന്ന് എപ്പോഴും കേട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഹോളിനെസ്. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ച കാലത്ത്, ഇന്നൊക്കെ ആരും പറയാനായിട്ട് മടിക്കുന്ന ഒരു കാര്യമാണ്. അന്നത്തെ കാലത്തൊക്കെ ഞങ്ങളോട്, ഞാനൊരു പെരുവന്താനം സെന്റ് ജോസഫ് എന്ന് പറയുന്ന സ്കൂളിലാണ് പഠിച്ചത്. ഞങ്ങളെ കുറെ ആളുകളൊക്കെ സിസ്റ്റർമാരൊക്കെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അവർ വിളിച്ചിരുത്തി പ്രത്യേകിച്ച് പറയും, ശരീരം എന്ന് പറയുന്നത് ദൈവം വസിക്കുന്ന ആലയമാണ്. അതുകൊണ്ട് ശരീരത്തെ വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കണം. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ബന്ധത്തിൽ 5 ഇഞ്ച് അകലം പാലിക്കണം. എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്ന് വെടിമരുന്നാണ്, ഒരു തീപ്പെട്ടിക്കോലാണ്, അടുത്തത് പൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ന്യായമായ അകലം, അതായത് റെസ്പെക്റ്റബിൾ ഡിസ്റ്റൻസ് കാത്തു സൂക്ഷിക്കണം. എപ്പോഴും നമ്മുടെ ശരീരത്തെ നമ്മൾ വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കണം. അപ്പൊ മൂന്നാമത്തെ സ്പിരിച്വൽ അക്കൗണ്ടിങ്ങിൽ വരുന്ന കാര്യം ഹോളിനെസ് ആണ്. 4 എന്ന് പറയുന്നത് ഫോർഗീവ്നെസ് ആണ്. അതായത് ഇന്ന് നമുക്കറിയാൻ സാധിക്കും, പല പോളിസികളുള്ളതിന്റെ അകത്ത് ശാശ്വതമായിട്ട് നിലനിൽക്കുന്ന ഒരു പോളിസിയാണ് ഫോർഗീവ് ആൻഡ് ഫോർഗെറ്റ്, ഓർക്കുക, മറക്കുക. അപ്പൊ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വേദനിപ്പിച്ചിട്ടുള്ള പല ആളുകളുണ്ട്, നമ്മളെ വേദനിപ്പിച്ച പല ആളുകളുണ്ട്. അത് നമ്മൾ ഓർത്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതം കട്ടപ്പോയായിട്ട് പോകും. അപ്പൊ ഞാൻ ഈ അടുത്ത കാലത്ത്, പ്രത്യേകിച്ച് എന്റെ ജീവിത പങ്കാളികൾ വന്ന ശേഷം ഞാൻ എടുത്തൊരു തീരുമാനം, ഞാൻ എല്ലാവരുമായിട്ട് ക്ഷമിക്കാൻ പഠിച്ചു. എന്നെ ആരൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടോ അവരോടെല്ലാം ജീസസ് ക്രൈസ്റ്റിന്റെ മാതൃക, ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്നൊരു കാര്യം പറയാനോടുകൂടി എനിക്ക് ഭയങ്കരമായ ആനന്ദമുണ്ട്. അല്ലെങ്കിൽ ഞാൻ എന്റെ സ്വസ്ഥത അവരങ്ങനെ ചെയ്തല്ലോ ഇവരിങ്ങനെ ചെയ്തല്ലോ എന്ന് ഓർത്ത് പലപ്പോഴും കളയാറുണ്ട്. അപ്പൊ തീർച്ചയായും നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് സ്പിരിച്വൽ ഡെപ്പോസിറ്റ് അക്കൗണ്ട്, അല്ലെങ്കിൽ ഈ അക്കൗണ്ടിങ്ങിന്റെ അത് വരേണ്ട ഒരു കാര്യമാണ് ഫോർഗിവ്നെസ്. അഞ്ചാമത്തത് ബ്ലെസ്സിങ് ത്രൂ പേരൻസ്. തീർച്ചയായും ഞാൻ ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ സാധാരണയായിട്ട് ഒരു കുടിയേറ്റ കർഷകന്റെ കൊച്ചുമാനായിട്ട് ജനിച്ച ഒരാളാണ്. എന്റെ വല്യപ്പൻ 70 വർഷങ്ങൾക്ക് മുമ്പ് ഈ വിളക്കമാടം എന്ന് പറഞ്ഞ പൈകി അടുത്തുള്ള സ്ഥലത്തുനിന്ന് കുട്ടിക്കാനം അടുത്തുള്ള സ്ഥലത്തേക്ക് കുടിയേറ്റം നടത്തിയ ആളാണ്. അപ്പം അന്ന് 7 വർഷം മുമ്പുള്ള ഒരു സ്ഥലമാണ് ഇപ്പോഴും എനിക്ക് ഞാൻ റിസോർട്ട് വെച്ചിരിക്കുന്നതായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു സ്ഥലം. അപ്പൊ ഇവിടെ വന്ന് അവർ സാധാരണ കൃഷിക്കാരായിരുന്നു. അവർ കൃഷി ചെയ്തു. പണ്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മള് പകുതി 5 ഏക്കർ സ്ഥലം കൃഷി ചെയ്താല് 10 ഏക്കർ സ്ഥലം കൃഷി ചെയ്താല് 5 ഏക്കർ നമുക്ക് എടുക്കാം, ബാക്കി മറ്റുള്ളവർക്ക് കൊടുക്കാം. അതായത് ഇതിന്റെ ഉടമസ്ഥൻ കള്ളിവേൽ എന്ന് പറഞ്ഞ ഒരാളുടെ സ്ഥലമായിരുന്നു മൊത്തം. അപ്പൊ കഥയൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ അങ്ങനെ ദേവണിച്ചുകൊണ്ട് വന്നൊരു സ്ഥലമാണ്. ആ സ്ഥലമാണ് ഇപ്പോഴും എനിക്ക് പൈതൃകമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പം അതിന്റെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം, എനിക്ക് മാതാപിതാക്കൾ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഞാൻ ഇപ്പൊ എന്റെ റിസോർട്ടിന് ഏറെക്കുറെ, ഞാൻ തുകയൊന്നും പറയുന്നില്ല, വളരെ നല്ലൊരു തുക ഞാൻ ചെലവഴിച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്റെ അപ്പന്റെ കയ്യിൽ നിന്ന് 1000 രൂപ മേടിക്കാൻ 2 വർഷം മുമ്പ് തുടങ്ങിയ പ്രസ്ഥാനമാണിത്. അത് കോടിക്കണക്കിന് രൂപ മുടക്കുള്ളവരായിട്ട് ഒരു പ്രസ്ഥാനമായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് മനസ്സിലാക്കുന്നത് എന്റെ അപ്പന്റെ അല്ലെങ്കിൽ എന്റെ അമ്മയുടെ അല്ലെങ്കിൽ എന്റെ വല്യപ്പന്റെ വല്യമ്മയുടെ അങ്ങനെയുള്ള ഈ ഒരു അനുഗ്രഹം. അതുകൂടാതെ ഈ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്ന ഒരു കാര്യം, ഞാൻ സ്വാഭാവികമായിട്ട് PhD ഗൈഡാണ്. എന്നെ ഗൈഡ് ചെയ്ത് ഡോക്ടർ CN പുരുഷോത്തമൻ നായർ എന്ന് പറയുന്ന കേരള യൂണിവേഴ്സിറ്റിയിലുള്ള സാറായിരുന്നു എന്റെ ഗൈഡ്. അപ്പം ആ സാർ എന്റെ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട്, ബേബി നീ എവിടെ ചെന്നാൽ നീ ഒരു അനുഗ്രഹമായിരിക്കും, നീ എവിടെ ചെന്നാലും ഒരു പ്രകാശം വരുത്തുന്ന ഒരു കുട്ടിയായിട്ട് നീ തീരണമെന്ന്. തീർച്ചയായും അത് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെല്ലാം ചെയ്യുന്നവരാണ്, പക്ഷേ നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അങ്ങനെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരും ആദരിക്കുന്നവരും അതുപോലെ തന്നെ ഗുരുക്കന്മാരെ ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരൊക്കെ ആയതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് തന്നെ. പക്ഷേ എനിക്ക് ഈ അക്കൗണ്ടിംഗ് എന്നുള്ള ഒരു വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം, എന്റെ കുടുംബത്തിൽ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കായിരുന്നു, നീ ഉടായിപ്പുതരം കാണിക്കരുത്, കാരണം നീ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. മുകളിൽ ഇതെല്ലാം കാണുന്ന ഒരാളുണ്ട്, അതായത് ധാർമ്മികതയില്ലാത്ത കച്ചവടം നടത്തരുത്, വഴി ശരിയായിരിക്കണം, ലക്ഷ്യം ശരിയായിരിക്കണം, മാർഗവും ശരിയായിരിക്കണം. അതുപോലെ തന്നെ കടലിൽ കളഞ്ഞാലും അളന്നു കളയണം. അപ്പൊ എപ്പോഴും നമ്മുടെ മനസ്സിൽ കണക്കിനെ പറ്റി ഒരു കാര്യം. അതിനിടയ്ക്ക് പറയും, ഇവിടെ മാത്രം ചെയ്താൽ പോരാ, നീ ഇവിടെ നിന്ന് കടന്നു പോകുന്ന സമയത്ത് ബൈബിളിൽ അവസാനമായിട്ടൊരു ഇതുണ്ടല്ലോ, ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നുണ്ട്. അവിടെ കുറെ ചോദ്യങ്ങൾ ചോദിക്കും. ഈ ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം
അതിന്റെ വെളിച്ചത്തിലാണ് ആളുകളെ രണ്ടായിട്ട് തിരിക്കും. ഒരു ഭാഗത്തുള്ളവരെ വലതുവശത്താക്കും എന്ന് പറയുന്നു, ഒരു ഭാഗത്തുള്ളവരെ ഇടതുവശത്താക്കും. അതിന്റെ അകത്ത് അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ചെറിയവരിൽ ഒരാൾക്ക് ചെയ്തു വരുമ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് സ്പിരിച്വൽ ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ ബാലൻസ് വർദ്ധിപ്പിക്കാൻ ഒരു ലക്ഷ്യത്തോടെയാണ് ഏത് പ്രവർത്തനം നടത്തിയാലും ഓരോ ദിവസവും സ്പിരിച്വൽ ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടാക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ റിട്ടയർ ചെയ്തതിനു ശേഷം, ഞങ്ങൾ റിട്ടയർ ചെയ്ത 10 പേരും വേറെ കൂടി ഒരു ടീമുണ്ട്. ആ ടീം പല സ്ഥലങ്ങളിൽ, ഞങ്ങൾക്ക് ഒരു 100-300 ഫാമിലി ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് പോയി ഞങ്ങൾ പ്രവർത്തിക്കാറുണ്ട്. ഞങ്ങൾ തീർച്ചയായും അവരാരും ഞങ്ങളോട് പണം ചോദിക്കാറില്ല. അവർക്ക് വേണ്ട ഒരു വാക്ക്, ഒരു നോക്ക്, ഒരു താങ്ങ് മതി. ഞങ്ങൾ തീർച്ചയായും അവർക്ക് പലതരത്തിലുള്ള ഗൈഡൻസ് കൊടുത്ത് അവരെ നമ്മൾ ഒരുമിച്ച് കൂട്ടി നിർത്തും. ഇനി ഇവിടെ ബാലൻസ് ഷീറ്റ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ പോലെ സ്പിരിച്വൽ ബാലൻസ് ഷീറ്റ് ആ സോൺ രണ്ട് സൈഡ്, സ്പിരിച്വൽ ലൈഫിന്റെ അസറ്റ് സൈഡ് ഒരു ഭാഗത്തും സ്പിരിച്വൽ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റീസ് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കും തിരിച്ചിട്ടുണ്ട്. സാധാരണ പ്രോപ്പർ ബാലൻസ് ഷീറ്റിൽ ഇടതുവശത്ത് ലയബിലിറ്റീസും അതുപോലെ തന്നെ വലതുവശത്താണ് അസറ്റ്സും വരുന്നത്. ഞാൻ PPT ഇത്രയും മാറിപ്പോയതാണ്, സോറി. അപ്പൊ സ്വാഭാവികമായിട്ട് രണ്ടിനും 50-50 ഭാഗമാണ് ഉള്ളത്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം, സാധാരണ ഒരു അക്കൗണ്ടിന്റെ അകത്ത് നമ്മള് വരുന്ന ഒരു കാര്യം, അതിൻ്റെ അകത്ത് അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും ഒരുപോലെ ആയിരിക്കണം. ഇവിടെ ഞാൻ 7 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ തന്നെ ഞാൻ അസറ്റ് ലയബിലിറ്റി ആയിട്ട് തന്നെ മാറ്റിയിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നടക്കാൻ പോകുന്നത് മിക്കവാറും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒന്ന് കൂടുതലായിരിക്കും. നമ്മൾ ഒരുമിച്ച് ആക്കേണ്ടതാണ്, അസറ്റും ലയബിലിറ്റീസ് ഒരുമിച്ച് ആക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഒരു നെറ്റ് വർത്ത്, നെറ്റ് അതായത് സ്പിരിച്വൽ ലൈഫ് അസറ്റ്സ് മൈനസ് സ്പിരിച്വൽ ലൈഫ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് സ്പിരിച്വൽ നെറ്റ് വർത്ത്. ഈ നെറ്റ് വർത്താണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. പക്ഷേ പലപ്പോഴും സംഭവിക്കാൻ പോകുന്നത്, നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ ഇന്ന് ഇവിടെയുണ്ട്, നാളെ നമുക്ക് എവിടെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആ ഒരു സമയത്ത് ചിലപ്പോൾ നെറ്റ് വർത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയില്ലായിരിക്കും. ചിലപ്പോൾ ലയബിലിറ്റീസ് ആയിരിക്കും നമുക്ക് കൂടുതൽ. സ്വാഭാവികമായിട്ട് നമ്മൾ ലയബിലിറ്റീസ് കുറച്ചുകൊണ്ട് അസറ്റ് വർദ്ധിപ്പിക്കാനിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. നമ്മുടെ ആഗ്രഹമുണ്ട്, കുറച്ച് നാളോട് നമുക്കുണ്ട്. ഇപ്പൊ നമുക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കുറെ ലയബിലിറ്റീസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കുറെ കുറവുകളൊക്കെ ഉണ്ട്. അത് പതുക്കെ പതുക്കെ കുറയ്ക്കണം. അതിനുശേഷം നമുക്ക് അസറ്റ് ആയിട്ട് കൂട്ടണം. പക്ഷേ പലപ്പോഴും സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കുമല്ലോ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് എന്റെ ജീവിത പങ്കാളിയുടെ വിയോഗത്തിന് ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, മരണം കള്ളനെ പോലെ വരും, ഏത് സമയത്തും കടന്നു പോകാം. ആ കടന്നു പോകുമ്പോൾ കള്ളൻ മോഷ്ടിക്കാത്തതും ചിതല് അരിക്കാത്തതുമായ ഒരു നിക്ഷേപം വേണം. അപ്പൊ തീർച്ചയായും ഞാൻ അതിനുശേഷവും അല്ലെങ്കിൽ തന്നെ പഠിച്ചൊരു കാര്യം, ജീവിതം എന്ന് പറഞ്ഞാൽ സൂര്യകാന്തിയെ പോലെ ആയിരിക്കണം. ഭൂമിയിൽ ജീവിക്കണം, സൂര്യനെ നോക്കിയായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ തീർച്ചയായും പ്രയർ, അതിന്റെ ഓപ്പോസിറ്റ് പ്രയർ ഇല്ല എന്നുള്ളത്. ഓക്കെ, ഇനി ഫെയ്ത്ത് എന്നുള്ള ഫെയ്ത്ത്ലെസ്നെസ്, അടുത്ത് ഹോളിനെസ് എന്നുള്ള ഇമ്പ്യൂരിറ്റി അല്ലെങ്കിൽ അവിശ്വസ്തത, അതുപോലെ ക്ഷമിക്കാതിരിക്കുക, മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക. ഈ കാര്യങ്ങളെല്ലാം എക്സ്പ്ലനേഷൻ ആവശ്യമുള്ള കാര്യങ്ങളല്ല. ഇനി ലാസ്റ്റ് നമ്മൾ നോക്കുന്നതാണ് സ്പിരിച്വൽ അസറ്റും ഉണ്ട്, സ്പിരിച്വൽ ലയബിലിറ്റീസും ഉണ്ട്. സ്പിരിച്വൽ അസറ്റ് കൂടുതലും സ്പിരിച്വൽ ലയബിലിറ്റീസും കുറവാണെങ്കിൽ നമ്മൾ പറയും സ്പിരിച്വൽ നെറ്റ്വർക്ക്. ഈ സ്പിരിച്വൽ നെറ്റ്വർക്ക് ഉപയോഗിച്ചാണ് ബൈബിളിലെ മാത്യുവിന്റെ സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഇത് നോക്കിയതിനു ശേഷമാണ് നമുക്കുള്ള പ്രതിഫലം തീരുമാനിക്കുന്നത്. അപ്പൊ സ്പിരിച്വൽ നെറ്റ്വർക്ക് ഉള്ള ആളുകൾ വലതുവശത്ത് പോകുക എന്ന് പറഞ്ഞാൽ സമ്മാനത്തിനായി ചെയ്യും, സമ്മാനത്തിന് അർഹരാകും. സ്പിരിച്വൽ നെറ്റ്വർക്ക് ലോസ് ആണെങ്കിൽ അവർക്ക് ശിക്ഷ വരും എന്നാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ജീവിതത്തിൽ നമ്മളെല്ലാവരും സ്പിരിച്വൽ നെറ്റ്വർക്ക് ഉണ്ടാക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, കറണ്ട് അക്കൗണ്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന നാം പല ആളുകളും 10, 50, 60 വയസ്സൊക്കെ ആയ ആളുകളാണ്. നമുക്ക് എത്ര നാളെ നന്നല്ല, അവിടുത്തെ അനുസരിച്ച് 50 വയസ്സൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ 60 വയസ്സൊക്കെ കഴിഞ്ഞ് കിട്ടുന്നത് ഓരോ ദിവസവും ഒരു ബോണസ് ആണല്ലോ. അപ്പൊ തീർച്ചയായും നമ്മൾ ഇനിയുള്ള കാലങ്ങളിലും നമ്മുടെ വിശ്വാസം അനുസരിച്ച് ആത്മീയ കാര്യങ്ങളിലേക്ക് പതുക്കെ, ഭൗതിക കാര്യങ്ങളിലേക്ക് ഡിറ്റാച്ച്മെന്റ് പതുക്കെ പഠിച്ചിട്ട്, അതുപോലെ തന്നെ ദൈവം അല്ലെങ്കിൽ നാം വിശ്വസിക്കുന്ന ശക്തിയിലേക്ക് പതുക്കെ അറ്റാച്ച്മെന്റ് പഠിച്ചാൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മുടെ വിചാരബന്ധു സാറൊക്കെ തീർച്ചയായും കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. അപ്പൊ ഞാൻ തീർച്ചയായും പതുക്കെ ഈ ഭൗതികമായ കാര്യങ്ങളിൽ ഭൗതിക കാര്യം ചെയ്യാതെ ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ നിൽക്കുമ്പോഴും നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് കണക്ക് ബോധിപ്പിക്കണമെന്നുള്ള കാര്യം. അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്താലും ധാർമ്മികത ഇല്ലാത്ത കച്ചവടം നടത്തത്തില്ല. എന്റെ വീട്ടിൽ നിന്ന് എന്റെ അപ്പനും അമ്മയും പറഞ്ഞിട്ടുണ്ട്, അതായത് ധാർമ്മികത ഇല്ലാത്ത കച്ചവടം നടത്തിയാൽ, അല്ലെങ്കിൽ ലക്ഷ്യവും മാർഗവും നന്നായില്ലെങ്കിൽ, ലക്ഷ്യം മാത്രം നന്നായി പോയാൽ പാമ്പും കോവണിയും കളിക്കുന്ന പോലെയാണ്. നേരെ മുകളിൽ ചെല്ലും, കോവണി കയറി പോകും, 99 പാമ്പ് വീഴും. അപ്പൊ തീർച്ചയായും നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ലക്ഷ്യവും നന്നായിരിക്കണം, മാർഗവും നന്നായിരിക്കണം. ഇനി ഞാൻ എന്റെ ക്ലാസ് അധികം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ലാസ്റ്റ് 2 PPTയോടെ മാത്രമേ ഉള്ളൂ. അതില് കീപ് എ ട്രാക്ക് ഓഫ് യുവർ
കീപ് എ ട്രാക്ക് ഓഫ് യുവർ അക്കൗണ്ടബിലിറ്റി. നമ്മൾ എല്ലാവരും അക്കൗണ്ടബിൾ ആണ്. നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിക്കും നമുക്കറിയാൻ സാധിക്കും. നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്താണെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് നമ്മൾ സ്കൂൾ അധികാരികളോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. വീട്ടിലാണെങ്കിൽ വീട്ടിലെ മാതാപിതാക്കളോട് നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മളൊരു പ്രസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അധികാരിയോട് നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പൊ തീർച്ചയായും നമ്മുടെ ജീവിതത്തിന്റെ അവസാന വേളയിൽ നമ്മൾ ചെയ്ത ഓരോ പ്രവൃത്തികൾക്കും നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതിൽ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മോറൽസ്, അതുപോലെ റെസ്പോൺസിബിലിറ്റി ആക്ഷൻസ്, അതുപോലെ തന്നെ കമ്മിറ്റ്മെന്റ്, ഗവേണൻസ്, ട്രസ്റ്റ്. ഞാൻ ഇവിടെ ബാലൻസ് ഷീറ്റ് വരുന്ന 2 ഐറ്റം മാത്രമോടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മൾ സാധാരണ രീതിയിൽ കുടുംബജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് വേണ്ടതായിട്ട്, അല്ലെങ്കിൽ ഏത് ജീവിതത്തിലും വേണ്ടപ്പെട്ട വാക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ലവ് ആണ്. എന്നാൽ ഞാൻ ഇവിടെ ലവ് എന്ന വാക്കിന് ഒരു പ്രത്യേകമായ ഒരു അർത്ഥം കൊടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ സാധിച്ചതും എല്ലാവരും പ്രാവർത്തികമാക്കണമെന്ന് ആഗ്രഹിക്കുന്നതായ വാക്കാണ് LOVE. എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസൺ. നമ്മൾ മറ്റുള്ളവരെ ശ്രവിക്കുക. തീർച്ചയായും മറ്റുള്ളവരെ ശ്രവിച്ചാൽ മാത്രമേ നമ്മൾക്ക് കാര്യമായ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്താൻ സാധിക്കൂ. അതുപോലെ തന്നെ ഓപ്പൺനെസ്. എവിടെ പോയാലും ജീവിതം ഒരു തുറന്ന പുസ്തകമായി തീരണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നമ്മൾ ഒന്ന് പറയുകയും വേറെ ഒന്ന് പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തനത്തിന് യാതൊരു വിലയും ഉണ്ടാകില്ല. മറ്റുള്ളവർ നമ്മളെ വിലയിരുത്തുന്ന നമ്മുടെ പ്രവൃത്തി ഒക്കെ നോക്കിയാണെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം അല്ലെ പ്രപഞ്ചശക്തി നമ്മളെ വിലയിരുത്തുന്ന നമ്മുടെ ചിന്ത നോക്കിയാണ്. അപ്പൊ തീർച്ചയായും ഓപ്പൺനെസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് O എന്നുള്ളത്. ഇനി V എന്ന് പറഞ്ഞത് വാല്യൂസ് ആണ്. തീർച്ചയായും ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് എന്റെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ മൂല്യങ്ങളാണ്. അതായത് പാറമേൽ പണിത ഭവനമാണ്. പലതരത്തിലുള്ള പ്രതിസന്ധികൾ വന്നു എങ്കിലും ഞങ്ങളുടെ ഭവനത്തിനൊന്നും സംഭവിച്ചില്ല. കാരണം എന്താ, ഞങ്ങളുടെ ഭവനം ശക്തമായ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളൂ. അപ്പൊ തീർച്ചയായും മൂല്യങ്ങൾ മാറി മാറി വരുന്നതാണ്. മതങ്ങൾ തമ്മിൽ നോക്കുമ്പോൾ ചില മൂല്യങ്ങൾ വ്യത്യാസം ഉണ്ടെങ്കിൽ സനാതന മൂല്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാ മതങ്ങളിലും മതവിശ്വാസം ഉള്ളവരും ഇല്ലാത്തവർക്കും സനാതന മൂല്യങ്ങളുണ്ട്. അപ്പൊ തീർച്ചയായും ആ മൂല്യങ്ങൾ അടിയുറച്ച് നിൽക്കുന്ന വ്യക്തികള്, പ്രസ്ഥാനങ്ങള്, അതുപോലെ അങ്ങനെയുള്ളത് മാത്രമേ ഇന്ന് നിലനിൽക്കുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കണം. ഇതാണ് ലാസ്റ്റ് BB. ഐ ആം മൈ ബിസിനസ്. ഐ ആം ആൻ അസറ്റ് നോട്ട് എ ലയബിലിറ്റി. ഞാൻ കുട്ടികളോട് പലപ്പോഴും പറയാറുണ്ട്. എന്റെ അടുത്ത് ഇപ്പോഴും ഞാൻ പഠിപ്പിക്കുന്നുണ്ട് മരിയൻ കോളേജിൽ. പോകുന്ന സമയത്ത് കുട്ടികളോട് ഞാൻ പറയാറുണ്ട്, കുട്ടികളെ, നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾ ഒരു അസറ്റ് ആകണം. നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾ ഒരു അനുഗ്രഹമാകണം. നിങ്ങൾ ഒരിക്കലും ഒരു അസത്ത് ആകരുത്. അപ്പൊ തീർച്ചയായും ഞാൻ ഈ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് എന്റെ വിഷയത്തിന്റെ പാണ്ഡിത്യം കാണിക്കുവാനോ ഒന്നുമല്ല. ഒരു സ്പിരിച്വൽ ആയ ഒരു ഡയമെൻഷൻ വേണം, അതിനൊരു അക്കൗണ്ടിങ് ആസ്പെക്ട് വേണം. അത് എവിടെ ഉപയോഗിക്കാം എന്നുള്ള എളിയ ഒരു ആഗ്രഹത്തോടെയാണ് അവതരിപ്പിച്ചത്. അല്ലാതെ ഞാൻ എന്റെ വിശ്വാസ മൂല്യങ്ങളോ ഒന്നും ആരുടെ മേലെ അടിച്ചേൽപ്പിക്കുവാനോ അത് ശരിയാണെന്നോ ബാക്കിയുള്ളവരുടെ വിശ്വാസങ്ങൾ തെറ്റാണോ എന്നും പറയാൻ വേണ്ടിയല്ല. ഡയലോഗ് നടത്താൻ വേണ്ടിയാണ്. അതായത് എനിക്കില്ലാത്ത പല കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ട്. അതുപോലെ തന്നെ ഇതിനെ പല സ്ഥലത്തും ഞാൻ ഗവേഷകനായതുകൊണ്ട് ഇങ്ങനെ പല കാര്യങ്ങൾ കൂട്ടിച്ചേർത്താണ് ഗവേഷണം നടത്തുന്നത്. അതുകൊണ്ട് ഇവിടെ അവതരിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എന്റെ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പിൽ ഈ ഒരു വാക്കുകൂടി ഷെയർ ചെയ്യുകയാണ്. ഐ ആം മൈ ബിസിനസ്. ഐ ആം ആൻ അസറ്റ് നോട്ട് എ ലയബിലിറ്റി. I am a business. I must see myself like a business and treat myself like a business. My body is my business. My heart is my business. I will work on myself and build my works. Anyone who comes into my life must respect that, or they will be let go. I will attract asset into my life, not liabilities. അപ്പൊ തീർച്ചയായും എനിക്ക് പറയാനുള്ള ഇതേ ഉള്ളൂ. നമ്മൾ ആരായിരുന്നാലും എന്തായിരുന്നാലും, മതവിശ്വാസിയാകാം, മതവിശ്വാസി അല്ലായിരിക്കാം, എന്താണേലും നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങൾ സ്വീകരിക്കുക. അതുപോലെ കിട്ടുമ്പോൾ സന്തോഷം ഉണ്ടാകും. മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് ആനന്ദം ഉണ്ടാകുന്നത്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിന് 2 വശം കൊണ്ടും ചിന്തിക്കുക. ഒന്ന് നമ്മുടെ ഭാഗത്തെ ശരി, അടുത്തത് മറ്റുള്ള ഭാഗത്തുണ്ടാകുന്ന ശരി. അപ്പൊ നമ്മുടെ ജീവിതം യഥാർത്ഥത്തിലുള്ള സത്യാന്വേഷണമായി മാറട്ടെ. അതിന് നമുക്ക് കണക്ക് ബോധിപ്പിക്കാം. നമ്മുടെ ബാലൻസ് ഷീറ്റ് ഓരോ ദിവസവും നമ്മുടെ ഒരു കണക്ക് എടുത്ത് ഞാൻ ശരിയായ ട്രാക്കിലൂടെയാണ് പോകുന്നത്, എനിക്ക് വഴി വല്ലതും മാറേണ്ടതുണ്ടെന്ന് ചിന്തിക്കാം. തീർച്ചയായും ഇത്രയും സമയം എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. നമുക്ക് ക്ലാസ് ഇവിടെ നിർത്താം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ചോദിക്കുവാനുണ്ടെങ്കിൽ നമുക്ക് പങ്കുവെക്കാം. എന്നെ ക്ഷമാപൂർവ്വം കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ ക്ലാസ് എടുക്കുവാനായിട്ട് എനിക്ക് അവസരം ഉണ്ടാക്കി തന്ന സാബു സാറിനും പ്രത്യേകമായി ഈ ഗ്രൂപ്പിന് പ്രത്യേകമായി നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. കേൾക്കാമോ? സാർ ആ വീഡിയോ ഇട്ടാക്കാവോ? സാബുവാ? സാറ് പറ്റുമെങ്കിലേ ആ 2 വീഡിയോയുടെ ഇല്ലേ? ഓക്കെ ഞാൻ അതും കൂടി ഇട്ട് തരാം. അത് കഴിഞ്ഞ് നമുക്ക് ഇത് പറയാം. ഓക്കെ സാർ. ഓക്കെ വീഡിയോ ക്ലോസ് ചെയ്യാൻ
നമ്മുടെ PPT ക്ലോസ് ചെയ്യാണ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്റെ നമ്പറൊക്കെ ഉണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. ഞാൻ PPT ആർക്കെങ്കിലും വേണേ അയച്ചു തരുന്നതായിരിക്കും. സാബു സാറിന് കൊടുത്തിട്ടുണ്ട്. സാറ് എനിക്കൊന്നും അയച്ചു തന്ന തിരക്കേടില്ല. ഐ എം തോമസ്, calling from Switzerland. Your religious and Bible words are excellent, informative, practical oriented. It is a great achievement in your life, and you are the light of the world. Thank you. Thank you very much, sir. Thank you for your compliments. ബേബി സാറ് വളരെ ഞാൻ ജോൺ അബ്രഹാം. കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം സാറേ, പറഞ്ഞോളെ. ബേബി സാറിന് വളരെ സന്തോഷം അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് സ്പിരിച്വൽ ഡെപ്പോസിറ്റ് അക്കൗണ്ടിലുള്ള പ്രധാനപ്പെട്ട വിഭവങ്ങളെ കുറിച്ചാണ് സാർ സംസാരിച്ചത്. പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് ഫെയ്ത്ത്, ഹോളിനെസ്, ഫൊർഗീവ്നെസ്, ബ്ലെസ്സിങ്സ് ഫ്രം പേരൻസ്, അതുപോലെ അസറ്റ്സ് ആൻഡ് എബിലിറ്റി, സ്വർഗത്തിൽ നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കേണ്ട നിക്ഷേപത്തെ കുറിച്ച്, അതുപോലെ സ്പിരിച്വൽ നെറ്റ്വർക്കിലൂടെ ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ച്, അതുപോലെ ധാർമ്മികതയില്ലാത്ത ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളെ കുറിച്ച്, അതുപോലെ ഓപ്പൺനെസ്, വാല്യൂസ്, ഇങ്ങനെ പല തലങ്ങളിൽ ഒരു വ്യക്തി എത്രമാത്രം സ്പിരിച്വൽ ആകണമെന്ന് വളരെ കൃത്യതയോടുകൂടി സാറിന്റെ ജീവിതത്തിലൂടെ അത് വ്യക്തമാക്കി തന്നു. ഇനി അടുത്തായിട്ട് സാറിന്റെ മക്കളുടെ ഒരു വിറ്റ്നസ്സും കൂടെ നമുക്ക് കേൾക്കാം. ഒരു സെക്കൻഡ് ഞാനൊന്ന് ഷെയർ ചെയ്തോട്ടെ. Audio is not hearing. ഓഡിയോ വരുന്നില്ലേ? ഓക്കെ ഓക്കെ. No, വരുന്നില്ല. കിട്ടുന്നില്ല സാറേ. ഞാൻ ചെയ്യാം. ഒരു സെക്കൻഡ്. കേൾക്കാവോ സാറേ? സാറൊന്ന് ഓൺ ചെയ്ത് നോക്കിയാ കേൾക്കാവുന്ന. സൗണ്ട് കേൾക്കുന്നുണ്ടോ? സൗണ്ട് ഒഴിവാക്കാം. സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഉണ്ട്, സൗണ്ട് ഉണ്ട്. സാർ ബുദ്ധിമുട്ടാണ്, നമുക്ക് ഒഴിവാക്കാം. സാർ നമുക്ക് ഒഴിവാക്കാം. സാറേ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ സാർ അത് ക്ലോസ് വേണ്ടെന്ന് വെക്കാം സാറേ. സാറേ കേൾക്കുന്നില്ലേ? വീഡിയോ കേൾക്കുന്നില്ലേ? ഇല്ലില്ല, ഇപ്പൊ ഞാന് കേൾക്കുന്നില്ല, ഓഡിയോ കേൾക്കുന്നില്ല. നമുക്ക് സാറിന് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ഒന്നുകൂടെ ലാസ്റ്റ് ട്രയൽ നടത്തുക. ഇനി സാർ നോക്കിക്കോളാം. ഇപ്പൊ കേൾക്കാമോ? ഇല്ല, എനിക്ക് കേൾക്കത്തില്ല. ഇപ്പൊ കേൾക്കാം സാറേ. ഇനി തുടങ്ങിക്കോളാം.
ഇപ്പോഴും ഇല്ല. ഇപ്പോഴും കേൾക്കുന്നില്ലേ? ഇല്ല ഇല്ല. No, no. ബാക്കിയുള്ളവർ കേൾക്കാമെന്ന് ചോദിച്ചു സാറേ, അല്ലെങ്കിൽ No, നിർത്തിക്കോ. no, no, കേൾക്കുന്നില്ല. സാർ അത് മൊബൈലിൽ നിന്ന് ആയതുകൊണ്ടാണ് കേൾക്കുന്നില്ല. മൊബൈലിൽ അതിന്റെ സെറ്റിംഗ്സ് ഇനേബിൾ ചെയ്യാത്തത് കൊണ്ടാണ്. ലാപ്പിൽ നിന്നാണെങ്കിലേ കേൾക്കുള്ളൂ. ആ സാറേ അത് നമുക്ക് ഒഴിവാക്കാം സാറേ, നമുക്ക് തന്നെ ചർച്ച വെക്കാം. അത് പോട്ടെ. സാബു സാർ നിർത്തിക്കോ. സാബു സാറേ നമുക്കത് വേണ്ടെന്ന് വെക്കാം. ഓക്കെ. But he is because he is an expert, no? He want to show his excellency. ആ ഇപ്പം കേൾക്കാം, പക്ഷെ ക്ലിയർ അല്ലെന്നേ ഉള്ളൂ, സ്വരം കുറവാന്നേ ഉള്ളൂ സാറേ. കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഫുള്ള് ഊളിയുവാ. സാറേ അത് പോട്ടെ സാറേ. സാബു സാർ നമുക്ക് അടുത്തയിലേക്ക് പോകാം. സാറ് ക്ലോസ് ചെയ്തു. Let me do some things, okay? ആ ആ നമുക്ക് സാറേ ഈ വിഷയത്തെ പറ്റിയുള്ള ഒന്ന് കാര്യങ്ങളൊന്നും നമുക്കൊന്ന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ സാറേ ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം. കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത് കൂട്ടിച്ചേർക്കാം. ഓക്കെ, ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ. ആ ജോൺ അബ്രഹാം സാറേ, സാറ് മുമ്പേ കൈ പൊക്കിയായിരുന്നു, എന്താ പറയാൻ തുടങ്ങിയായിരുന്നു? ജോൺ സാർ എന്ത് പറയുന്നു? ജോൺ സാറെ കേൾക്കാമോ? കേൾക്കത്തില്ല സാറേ. ഹലോ കേൾക്കുന്നുണ്ട് സാറേ. ആ സാറേ എന്നാ പറഞ്ഞോളെ. ആ കേൾക്കുന്നുണ്ട്. ആ ജോൺ സാറേ മുമ്പേ സാറെന്തോ പറയാൻ തുടങ്ങിയായിരുന്നു, കണ്ടിന്യൂ ചെയ്യാവോ? എനിക്കൂടെ അയച്ചു തരണമെന്ന് പറയാനായിരുന്നു. അത് തീർച്ചയായിട്ടും ചെയ്തു തരാം സാർ. സാറേ You can send to me അയച്ചു also. തരാനായിരുന്നു സാറേ. എന്തോ ഞാൻ പറയാൻ വന്നത് വളരെ വളരെ നന്നായിരുന്നു സാറേ, വളരെ നന്നായിരുന്നു. താങ്ക് യു. ഇത് ഒത്തിരി കേട്ടവർക്കൊക്കെ ഒത്തിരി പ്രയോജനപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. ആ എനിക്കും കൂടെ അയച്ചിരുന്ന കാര്യം സാർ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ സാറിന്റെ നമ്പർ എടുത്തിട്ടുണ്ട്, ആ നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വിളിക്കാം, സാറിനെ വിളിക്കാം. തീർച്ചയായും ഞാന് സാബു സാറിന് അയച്ചു കൊടുത്തേക്കാം. നമുക്ക് ഗ്രൂപ്പിൽ ഇട്ടിട്ടേ എല്ലാവർക്കും സാറൊന്ന് ഷെയർ ചെയ്തോളൂ. ഞാൻ സാറിനോട് പറഞ്ഞേക്കാം. ഓക്കെ, എല്ലാവർക്കും ആവശ്യമുള്ളവർക്ക് ഓക്കെ. തീർച്ചയായിട്ടും. താങ്ക് യു സാർ. റോയ് സാറേ എന്തെങ്കിലും പറയാനുണ്ടോ? റോയ് സാറേ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇരുന്ന് കേട്ടു. ചിന്തിക്കുകയായിരുന്നു. അതെ, ഇരുന്ന് കേട്ടു. വളരെ പവർ പോയിന്റ് ആ പ്രസന്റേഷനും അതിനകത്ത് ഇതുമായിട്ട് ക്ലിയർ ആണ്. ആ പ്രസന്റേഷൻ തന്നെ ക്ലിയർ ആണ്. പിന്നെ സാറിന്റെ എക്സ്പ്ലനേഷനും കൂടെ ഒന്നും അത് വേറെ ക്ലിയർ ആണ്. വളരെ യൂസ്ഫുൾ ആണ്. ഏതാ ഇങ്ങനെ ഒരു മെന്റൽ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആണ്. സാറിന്റെ ആ പ്രസന്റേഷനിൽ പറയുന്ന കാര്യങ്ങൾ. പക്ഷെ അത് എന്തുമാത്രം ഈ ബാലൻസ് ഷീറ്റില്ലേ, ഈ സംഭവമൊക്കെ കൊള്ളാം. ഈ ബാലൻസ് ഷീറ്റ് നമ്മൾ റെഡി ആക്കുമ്പോൾ വേറെ ചില സാഹചര്യങ്ങളിലൂടെ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നി. സാഹചര്യങ്ങളിൽ സാറേ പറയാമോ? ആ സാഹചര്യങ്ങൾ സാറൊന്ന് പറയാമോ? ലൈഫ് പറയുന്നു, അതുപോലെ തന്നെ സോഷ്യൽ ലൈഫ് പറയുന്നു. ഇവിടെ എല്ലാം നമ്മൾ എങ്ങനെ വേണം ബിഹേവ് ചെയ്യാൻ എന്നുള്ളതിനെ കുറിച്ചും അതിൻ്റെ ഒരു ബാലൻസ് ഷീറ്റ് ആണ് നമ്മളുടെ ലൈഫിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നാണ് സാറ് മനസ്സിലാക്കി തന്നത്. പക്ഷെ നമ്മൾ ഇതിപ്പോ ഇങ്ങനെ ദൈനംദിന ജീവിതത്തിൽ ഈ ബാലൻസ് ഷീറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു ലൈഫ് എന്നല്ലേ സാർ ഉദ്ദേശിക്കുന്നത്? റോയ് സാറേ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ? എൻഡ് നമ്മുടെ ഉണ്ടല്ലോ, എൻഡും മീൻസും ഉണ്ടല്ലോ. നമ്മൾ എക്കണോമിക്സും കൊമേഴ്സും എല്ലാം പറയുന്ന കാര്യം തുടക്കവും കൊടുക്കവും ഉണ്ടല്ലോ. അപ്പൊ നമ്മള് ഒടുക്കം എന്ന് ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, എൻഡും തന്നെ ഉപയോഗിക്കാം. അവസാനം
എന്താണെന്ന് കണ്ട് ഇപ്പോൾ കഴിയുകയാണെങ്കിൽ നമുക്ക് അവസാനം ഒരു ഉണ്ടല്ലോ, അത് ഉറപ്പുള്ള കാര്യമാണല്ലോ. ഡെത്ത് ഈസ് സർട്ടൻ, ഓൺലി ടൈം ഈസ് അൺസർട്ടൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവസാനം എങ്ങനെയായിരിക്കും എന്ന് ഞാൻ ഇത് പറയാൻ കാരണം എൻ്റെ കയ്യിൽ ഒരു പുസ്തകം ഇരിപ്പുണ്ട്. 600 വർഷം കഴിഞ്ഞിട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ കമ്പനികൾ തുടങ്ങിയിട്ട് 600 വർഷമായിട്ടും നിലനിൽക്കുന്ന കമ്പനികളുണ്ട്. ആ കമ്പനികളെല്ലാം അതിന്റെ പുസ്തകത്തിന്റെ പേര് തന്നെ എഴുതിയിരിക്കുന്നത് എൻഡുറൻസ് എന്നാണ്. എൻഡുറൻസ്. അപ്പം ആ കമ്പനികളെല്ലാം നിലനിൽക്കുന്ന ഒരു കാര്യം, അതിൻ്റെ അത് എല്ലാ ആളുകളും മാറിപ്പോയി, ചെയർമാൻ മാറി, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മാറി, എല്ലാവരും മാറി. പക്ഷെ കമ്പനി നിലനിൽക്കുന്നുണ്ട്. ഒരു അറിയാമല്ലോ, കമ്പനി എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. എങ്കിലും ആ കമ്പനി നിലനിൽക്കുന്ന ഒരു കാര്യം, അതിന് ഇറ്റ് ഈസ് ബിൽറ്റ് അപ്പോൺ വാല്യൂസ് ആണ്. അതിന് അവർ ഉപയോഗിക്കുന്ന വാക്ക്, അവർ അത്തരത്തിലുള്ള എല്ലാ കമ്പനികളും അവർക്ക് ഒരു ചരമക്കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ കമ്പനികളുടെയും അവരുടെ ഒരു ചരമക്കുറിപ്പുണ്ട്, എപ്പിറ്റാപ്പ് എന്ന് പറയും. ഇങ്ങനെ ഒരു കമ്പനി ജീവിച്ചിരുന്നെന്നും ഈ കമ്പനി ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്തതെന്നും ആളുകൾക്ക് ഇന്ന രീതിയിലാണ് നന്മ ചെയ്തതെന്നും ആ കമ്പനികളെല്ലാം കുറിച്ച് വെച്ചതായിട്ട് അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് സ്പെസിമെൻസ് ആയതുകൊണ്ട്. അപ്പൊ തീർച്ചയായും ഇപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാട് അനുസരിച്ച് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ, അതായത് നമുക്കറിയാം റോബിൻസമ്മയുടെ പുറമെ പല പുസ്തകങ്ങളുണ്ട്, ഹൂ ക്യാൻ ക്രൈ ഫോർ ആഫ്റ്റർ യുവർ ഡെത്ത്. അപ്പൊ തീർച്ചയായും നമ്മൾ നമ്മുടെ അവസാനമാകുന്ന സമയത്ത്, പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം, എനിക്ക് ബാക്കിയുള്ള എത്ര ആൾക്ക് ജീവിത പങ്കാളികൾ നഷ്ടപ്പെട്ടുണ്ടോന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കുടുംബം നസസിലെ തിരുകുടുംബം പോലെ വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ കുടുംബമാണ്. പെട്ടെന്ന് അവിടെ ജോലി തീർന്നു, ദൈവം അവളെ വിളിച്ചു, അവർ പോയി. അപ്പൊ ആ സമയത്താണ് എനിക്ക് തീർച്ചയായും ഇന്നല്ലേ നാളെ ഞാനും കടന്നു പോകുന്ന സമയത്ത് അവള് മരിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് നടത്തിയ ഒരു പ്രസംഗം എന്റെ മനസ്സിലുണ്ട്. ബാക്കിയുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ട്. അതായത് ജീവിതകാലത്ത് എന്റെ വൈഫിനെ സംബന്ധിച്ച് എന്റെ ഓർമ്മ എന്നാ വെച്ചാൽ, ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടോ അതിനെല്ലാം പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് വായിച്ചു. ഞാനൊരു ഗ്രാമത്തിൽ പോയ ആളാണ്, പുള്ളിക്കാരത്തി ടൗണിൽ നിന്ന് വന്ന ആളാണ്. പുള്ളിക്കാരത്തി ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരത്തി ശരിക്കും നമ്മൾ രണ്ടുതരം ആളുകളെ പറയാറുണ്ട്, കോഴിയും മുട്ടയിടും, താറാവ് മുട്ടയിടും. പുള്ളിക്കാരത്തി വളരെ ശാന്തമായിട്ട് കാര്യങ്ങൾ ചെയ്ത് പുറത്തൊന്നും ആർക്കൊന്നും അറിയില്ല. പക്ഷെ മരണശേഷമാണ് ബാക്കിയുള്ള ആളുകൾ. അപ്പൊ ഞാൻ പുള്ളിക്കാരത്തി മരിച്ചു കഴിഞ്ഞപ്പോൾ എഴുതി വെച്ചിരുന്ന എല്ലാം കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞപ്പോഴാണ് ജീവിതത്തെ പറ്റി ഒരു ദർശനം ഉണ്ടായിരുന്നെന്നും എങ്ങനെയാണ് ഇതെല്ലാം വളരെ നേരത്തെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് കണ്ടിട്ടില്ല. അപ്പൊ അതെല്ലാം ഞാൻ എടുത്തു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ പുള്ളിക്കാരത്തി എങ്ങനെയായിരിക്കണമെന്നും ഒടുവിൽ എങ്ങനെയായിരിക്കണമെന്നെല്ലാം കൃത്യമായിട്ട് ഓരോ ദിവസവും ചെയ്ത കാര്യങ്ങളെല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വെറുതെ ഒരു ബുക്കൊക്കെ തപ്പിക്കഴിഞ്ഞ് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ കാര്യം, ഞാനൊക്കെ ഒരു എഡിറ്റ് ചെയ്തൊരു ബുക്ക് പോലെ ചെറുതാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും അന്ത്യം നമുക്ക് ഭാവന കാണാൻ സാധിക്കുകയാണെങ്കിൽ ഇപ്പം കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതം കഴിയാനാണ് സാധിക്കും. ഞാൻ സാധാരണ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ആവറേജ് ഒരു 5 മണിക്കൂറോ 6 മണിക്കൂറോ ഒക്കെ ഉറങ്ങാറുള്ളൂ. ഞാൻ നന്നായിട്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം പഠനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. എവിടെ കിട്ടിയാലും ഞാൻ എല്ലാ തരത്തിലും എല്ലാ ഗ്രൂപ്പിലും. അപ്പൊ തീർച്ചയായും ഇതെല്ലാം ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ സ്പിരിച്വൽ ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടാകണമെന്നൊരു ചിന്തയുള്ളത് കൊണ്ട് നമ്മൾ നെഗറ്റീവ് ഗ്രൂപ്പിൽ കൂടുകയില്ല, നെഗറ്റീവ് കാര്യങ്ങളുമായിട്ട് സംസാരിക്കത്തില്ല. അപ്പം ഏതെങ്കിലും കാരണവശാൽ വന്നാൽ അവിടെ നിന്ന് മാറിപ്പോകും. അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഒരു കാര്യം, ഇങ്ങനെ ഒരു ചിന്ത എന്റെ മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ അറിഞ്ഞോ അറിയാതെയോ കണക്ക് ഒതുക്കണം. ഇതെല്ലാം കാണാത്ത ഒരാളുണ്ട്, ആ ആളിനോട് അല്ലെങ്കിൽ മുകളിൽ ഇരുന്ന് കാണുന്ന ഒരാളുണ്ട്, അങ്ങനെ ചിന്തയുള്ളതുകൊണ്ട് എനിക്കത് വളരെ നന്നായിട്ട് ജീവിക്കാൻ സാധിക്കും. റോയ് സാർ പറഞ്ഞതുപോലെ ഒരു ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ അതിനകത്ത് കുറെ ഹെഡിങ്ങുകളൊക്കെ ഉള്ളതാണ്. ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. അതിൻ്റെ അകത്ത് ഒഴിവാക്കിയതിന് കാരണം ഇതാണ്, അക്കൗണ്ടിങ്ങിന്റെ അകത്ത് 3 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഒന്ന് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ഗീവർ, ഡെബിറ്റ് എക്സ്പെൻസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഗെയിൻസ് ആൻഡ് പ്രോഫിറ്റ്സ്. അപ്പൊ ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞ് ഒരു സ്പിരിച്വൽ ഡെപ്പോസിറ്റ് അക്കൗണ്ട് ബാലൻസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കുറെയൊക്കെ അസറ്റ്സ് ആണ്, ചിലർക്ക് പേഴ്സണലായ കാര്യങ്ങളാണ്, ചിലർക്ക് റിയൽ അക്കൗണ്ട് ആണ്, അടുത്ത നോമിനൽ അക്കൗണ്ട് ആണ്, ചിലർക്ക് പേഴ്സണൽ അക്കൗണ്ട് ആണ്. അതുകൊണ്ട് ഞാൻ ബാലൻസ് ഷീറ്റിൽ നിന്ന് ഒരു കൺസെപ്റ്റ് വെറുതെ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെയല്ല വരേണ്ടത്. ഓരോന്നിന്റെ താഴെ കറണ്ട് അക്കൗണ്ട്, അതായത് അസറ്റുകൾ, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റ് ഉണ്ട്, ഫിക്സഡ് ലൈബിലിറ്റി ഉണ്ട്, റിസർവ്സ് ഉണ്ട്, കുറെ ഹെഡിങ്ങുകളൊക്കെ ഉള്ള. റോയ് സാർ പറഞ്ഞ എല്ലാം കൂട്ടേണ്ടതാണ്. ഞാൻ കൂട്ടി മനഃപൂർവ്വം ഞാൻ ആളുകളെ കൊമേഴ്സ് പഠിപ്പിക്കുക അല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായും നമ്മുടെ മനസ്സിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ ഒരു കണക്കെന്ന് പറയുന്ന എല്ലാ കാര്യത്തിലും കണക്ക് വേണമല്ലോ, അത് മാത്രമേ ഇതിനകത്ത് ഉദ്ദേശിച്ചുള്ളൂ. തീർച്ചയായും റോയ് സാർ പറഞ്ഞ കാര്യം കൂടി ഞാൻ ഇനി എവിടെ നടത്തിയാലും ക്ലാസ് എടുത്താലും ഞാനത് കണക്കിലെടുക്കുന്നതായിരിക്കും. സാറേ വിചാരം ഇത് സാറേ, സാറിന്റെ ഒരു കമന്റ് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം സാർ. താങ്ക് യു സാർ. ജീവിത ആയോധന കലയിലെ വെട്ടും കുത്തും മുറിവും തലോടലും സന്തോഷവും എത്രമാത്രം നമുക്ക് തന്നെ നിയന്ത്രിക്കാമെന്ന് സ്വോദാഹരണം താങ്കൾ ഇവിടെ വിവരിക്കുകയുണ്ടായി. അതിനകത്ത് നാം ആരോടാണ് ആൻസറബിൾ എന്നും പറയുകയുണ്ടായി. നാം ഇന്ന് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ഒരു ഉത്തരമായി എവിടെയെങ്കിലും രേഖപ്പെടുത്തേണ്ടി വന്നാൽ ആ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധകൻ പരിശോധിക്കുമ്പോൾ
മുഴുവനും ശരിയായിരിക്കണേ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥനയിൽ മുഴങ്ങിക്കേൾക്കുന്ന ഏറ്റവും വലിയ അഭ്യർത്ഥന. ആ അഭ്യർത്ഥന സുഖമാകണമെങ്കിൽ കണക്ക് ചോദിക്കുന്നയാൾ നിർമ്മിച്ചു വിട്ടത് ഇവിടെ സൗഖ്യം പുലരാനും സന്തോഷം വിതറാനും, ആ വിതറിയ സന്തോഷത്തിന്റെ വിത്തുകളിൽ നിന്ന് സന്തോഷത്തിന്റെ കായികനികൾ മാത്രം മുളയ്ക്കാനും അതിനുള്ള ഉപകരണമായി നീ മാറണം എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് നമ്മെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അതിന് വിരുദ്ധമായി നമ്മുടെ മനോചേതനകളെ നമ്മളെ സ്വാധീനിക്കാൻ അനുവദിച്ചാൽ, മനോചേതനകൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ഉത്തരവിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ബാലൻസ് ഷീറ്റ് നാം ശൂന്യമായിരിക്കും. ശൂന്യമായ ബാലൻസ് ഷീറ്റിൽ നിന്നും നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന പീഡന, നാം മൂലം ഈ സമൂഹത്തിന് അനുഭവിക്കേണ്ടി വരുന്ന പീഡന അദമ്യമായിരിക്കും. അങ്ങനെ ഒരു തെറ്റായ ചര്യയിലൂടെ സഞ്ചരിച്ച് ഒരിക്കലും ദുഃഖമയമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാതെ എല്ലാവർക്കും സന്തോഷം പകർന്നുകൊണ്ടും സ്വയം ആനന്ദം അനുഭവിച്ചുകൊണ്ടും എങ്ങനെ ഒരു കണക്ക് പുസ്തകം ഒരു ചിത്രഗുപ്തന്റെ മികവോടുകൂടി എഴുതി പൂർത്തിയാക്കി അതിൽ ആനന്ദത്തിൽ അമരാമെന്ന് താങ്കൾ സംശയലേശമെന്നെ ഇവിടെ പ്രസ്താവിക്കുകയുണ്ടായി. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച് സാർ. സാറേ സുബ്രഹ്മണ്യ സാർ, ഒന്ന് സാറിന്റെ ഒരു കമന്റ് ഒന്ന് പറയുമോ? എനിക്കൊരു ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയാണ്. ഞാനൊരു പുതിയതായിട്ട് അവതരിപ്പിച്ച ടോപ്പിക്കാണ്. അപ്പൊ എനിക്ക് അതിനെ പറ്റി ഒരു ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയാ. Yes, I can talk to you. I'm Yes, Thomas yes. from Switzerland. Okay, thank you. നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ നന്നായിരുന്നു, കണ്ടന്റ് നന്നായിരുന്നു, പ്രസന്റേഷൻ നന്നായിരുന്നു, ഇന്ററാക്ഷൻ നന്നായിരുന്നു, എക്സാമ്പിൾസ് നന്നായിരുന്നു. അതായത് അവിടെ ബാലൻസ് ഷീറ്റ്, ആ ബാലൻസ് ഷീറ്റിനെ കുറിച്ച് ഞാൻ പിന്നീട് സംസാരിക്കാം. പിന്നെ വിച്ച് ബ്രിങ്സ് ടു യുവർ മൈൻഡ് സെൽഫ് അവയർനെസ് ഉണ്ടാകും, നമുക്ക് സെൽഫ് അവയർനെസ് ഉണ്ടാകുന്ന തരത്തിൽ ഉള്ളൊരു പ്രസന്റേഷൻ ആയിരുന്നു. ഏതെല്ലാം പോയിന്റ്സ് നമുക്ക് ഇംപ്രൂവ് ചെയ്യണം അതൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം. ദെൻ ദ ഇമ്പോർട്ടൻറ്റ് ഓഫ് വേർഡ് ആൻഡ് ദ യുണീക്ക്, നമ്മുടെ യുണീക്ക് ക്യാരക്ടർഷിപ്പ് അത് അതിലുണ്ട്, ആ ആശയം അതിൽ വന്നിട്ടുണ്ട്. ഓപ്പൺനെസ്, കോൺഷ്യസ്നെസ്, എക്സ്ട്രാവേർഷൻ, ഇതെല്ലാം അതിൽ വന്നിട്ടുണ്ട്. ന്യൂട്രാലിറ്റി, ചില സമയത്ത് നമുക്ക് ന്യൂട്രാലിറ്റി ഉണ്ടായിരിക്കണം. അതായത് ചില സമയത്ത് നമ്മൾ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ്, ഒരു പ്രശ്നം വരുമ്പോൾ ഫൈറ്റ് ചെയ്യാനോ ഫ്ലൈറ്റ് ചെയ്യാനോ അല്ലാതെ സ്റ്റാൻഡ് സ്റ്റിൽ എന്നുള്ള ഒരു പൊസിഷൻ നമ്മൾ എടുക്കണം. അതും അതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഇതെല്ലാം അതിൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം ഇങ്ങനെയെല്ലാം എല്ലാം നന്നായിട്ടുണ്ട്. പിന്നെ കൺക്ലൂഷൻ നന്നായിട്ടുണ്ട്. ഒബ്ജക്റ്റീവ്സ്, ഇവാലുവേഷൻ എല്ലാം, സ്ട്രെങ്തൻ യുവർ ഓർഗനൈസേഷൻ എല്ലാം നന്നായിട്ടുണ്ട്. പിന്നെ എനിക്ക് ആ ബാലൻസ് ഷീറ്റ് പറയുന്നത്, അത് ഞാൻ എന്നെ കുറിച്ചൊന്ന് പറയാം. ഈ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഞാൻ അതിനെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ 1988 തുടങ്ങിയതാണ് ഈ കാര്യങ്ങൾ, ഈ ബൈബിളിനെ ബേസ് ചെയ്തതും വേദങ്ങളെ കുറിച്ചും അങ്ങനെയുള്ള സ്പിരിച്വൽ സയൻസും ഫിസിക്കൽ സയൻസും, ഫിസിക്സ് ആൻഡ് മെറ്റാഫിസിക്സ്, ഇത് തമ്മിലുള്ള ബന്ധങ്ങൾ എന്താണെന്നും ഇതിനുള്ള മറുപടി എന്താണെന്നും എനിക്ക് തരണം എന്നുള്ളൊരു ചോദ്യോത്തരവുമായിട്ടാണ് എപ്പോഴും ലേണിംഗ് ആൻഡ് ഡൂയിങ്, ഇതാണ് എൻ്റെ പ്രോസസ്സ്. അപ്പൊ അങ്ങനെ ഇതെന്തിനാണ് ഈ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എന്തിനാണ് വേദങ്ങൾ, എന്താണ് തത്വമസി, എന്താണ് അസ്സലാമു അലൈക്കും, എന്താണ്, ഇതൊക്കെ എൻ്റെ ആശയം. ഇതിനെക്കുറിച്ചുള്ള എക്സ്പ്ലോർ എൻകൗണ്ടർ, ഈ ഫിസിക്കൽ വേൾഡിൽ, ഈ ഭൂമിയിൽ ഒരു സൂര്യനും ഒരു ചന്ദ്രനും ഇത്രയും ആൾക്കാരെ വഹിച്ചുകൊണ്ട് ഇത്രയും അതിവേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിൽ എന്തിന് ഇങ്ങനെയുള്ളത് അദൃശ്യവും അമാനുഷികവുമായ വസ്തു, അതായത് നമ്മൾ വീട്ടിൽ കാണുന്ന എയർ കണ്ടീഷനും ടിവിയും എല്ലാം ഉണ്ട്, നമുക്കത് തൊടാം. അതൊരു സ്ഥൂല രൂപമാണ്, അതായത് അതിസൂക്ഷ്മമാണ് അതിനുള്ളിൽ ഓടുന്ന ഇലക്ട്രിസിറ്റി.
ഇതുപോലെ ഇതിനെക്കുറിച്ചൊരു എൻകൗണ്ടറിംഗ് ആയിരുന്നു. അപ്പൊ ഞാൻ എന്റെ ലോക്കലി, അത് പുറത്തു പറയാൻ പാടില്ല, പ്രസ്ഥാനങ്ങൾ, സാർ ഒരു കമ്പനിയുടെ കാര്യം പറഞ്ഞു, ഇതുപോലെ വ്യക്തികള് ഞാനൊരു ഉയർന്ന ഫാമിലിയിൽ പെട്ടതായിരുന്നു, അവരൊക്കെ താഴോട്ട് പോയി. ഇതാണ് അതിന്റെ കാര്യം. അതിന്റെ ടൈറ്റിൽ ഫോർഗെറ്റ് ആൻഡ് ഫോർഗീവ്, ഇതാണ് തുടങ്ങാൻ കാരണം. ഈ ഫോർഗെറ്റ് ആൻഡ് ഫോർഗീവില് എന്താണ് അതിന്റെ ആശയം? ഈ ആശയം വെച്ചുകൊണ്ട് ഞാൻ വീണ്ടും ബൈബിളിലോട്ട് പോയി. അങ്ങനെ ഈ പറഞ്ഞ വീടുകള്, പ്രസ്ഥാനങ്ങള്, കമ്പനികള്, രാജ്യങ്ങള്, രാഷ്ട്രങ്ങൾ, ഇപ്പൊ ഇവിടെ സ്വിറ്റ്സർലൻഡില് പല കമ്പനികൾ, ഞാൻ ജോലി ചെയ്തിട്ടുള്ള പല കമ്പനികൾ എന്തുകൊണ്ട് ചൈനക്കാർ കൊണ്ടുപോയി, എന്തുകൊണ്ട് ഹോളണ്ടുകാർ കൊണ്ടുപോയി, എന്തുകൊണ്ട് ജർമ്മനിക്കാർ കൊണ്ടുപോയി. ഞാൻ ഇൻഫർമേഷൻ ടെക്നോളജി വർക്ക് ചെയ്യുന്നത്, മൈക്രോസോഫ്റ്റ് ടെക്നോളജി സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പൊ ഞാൻ ഈ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും, ആ പ്രശ്നങ്ങളാണ് നമ്മുടെ ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ, അന്തഛിദ്രം അന്യാധീനപ്പെടുത്തും. അതാണ് അതിന്റെ ആശയം. ഇതാണ് ഈ സ്വിറ്റ്സർലൻഡില്, സ്വിറ്റ്സർലൻഡിന്റെ പ്രോപ്പർട്ടി സീബ സ്പെഷ്യാലിറ്റി കെമി എന്ന് പറയും. അതായത് അവരുടെ വലിയൊരു ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. അവർക്ക് ന്യൂയോർക്ക്, ടാരി ടൗൺ, ബാസിൽ, സ്വിറ്റ്സർലൻഡ്, ഇതിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ബാക്ക് ബോൺ ഒക്കെ ഉണ്ട് അവർക്ക്, സാറ്റലൈറ്റ് വഴി. ഞാനൊരു കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ ആണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഹയർ ലെവലുള്ളതും ലോവർ ലെവലുള്ളതും ഏത് വിധത്തിലുള്ള വർക്ക് ചെയ്യണമെന്ന് എനിക്കറിയാം. അപ്പോ ഈ കമ്പനികളൊന്നും ഇല്ല, 2000 ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഈ കമ്പനി കളേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മാനേജ്മെന്റ് ടൈറ്റില് പോണത് ഹോളണ്ടും ജർമ്മനിയും ചീനയും അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി, അതൊക്കെ പോയി. എന്തുകൊണ്ടാണ് ഇതിന്റെ ആശയം? ഇതാണ്. ഇതുപോലെ നമ്മുടെ നാട്ടില് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ പല വീടുകള്, കാരണം എനിക്ക് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള വീടുകളെ കുറിച്ച് അറിയാം. അതിന്റെ ബാക്കില് അമ്മ, അപ്പൻ, അതിന്റെ തറവാട്, അങ്ങനെയുള്ള ഈ ബൈബിളിന്റെ ബേസിൽ ഞാൻ അനലൈസ് ചെയ്യുക. അത് പുറത്ത് പറയാൻ പാടില്ല. എമിനന്റ് പീപ്പിൾ, ദേ ആർ കമ്മിങ് ഡൗൺ. വൈ ദേ ആർ കമ്മിങ് ഡൗൺ? ദിസ് ഈസ് ദ പ്രോബ്ലം. ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് പറഞ്ഞപ്പോൾ ആ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടതും ഭൂമിയിൽ കെട്ടപ്പെട്ടതും ഒന്ന് തന്നെയാണ്. അതാണ് അതിന്റെ ആശയം. അപ്പോ അത് പുറത്ത് പറയാൻ പാടില്ലാത്ത സംഗതി ആയതുകൊണ്ട് ഞാനിവിടെ പുറത്ത് പറയില്ല. അത് വളരെ ആശയമാണ്, നല്ല ആശയമാണ്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പാടില്ല. ഇറ്റ്സ് എ സീക്രട്ട്. താങ്ക് യു ഫോർ യുവർ വെരി മച്ച് വാല്യൂഡ് കോൺട്രിബ്യൂഷൻ, വെനറബിൾ സബ്മിഷൻ. സാറിന് ഇത്ര നല്ല ഇവാലുവേഷൻ പ്രത്യേകമായി നന്ദി. സാറേ, സാറിന്റെ വീട് എവിടെന്നാ പറഞ്ഞ നാട്? എന്റെ വീട് ചാലക്കുടിയിലാണ്. അവിടെ പോട്ടയുടെ അടുത്താണ്. അവിടെ മൈക്കിൽ നമ്മുടെ ഫോർഗെറ്റ് ആൻഡ് ഫോർഗീവ് എന്നുള്ള വാക്ക് കേട്ട് അതിനെക്കുറിച്ചുള്ള വിചിന്തനമാണ്. റിസർച്ച്, അസർട്ടൈൻ ദ തിങ്സ് ഫ്രം ദ ഫിസിക്കൽ വേൾഡ് ആൻഡ് അനലൈസ് ഇറ്റ്, എക്സ്പ്ലോർ, എൻകൗണ്ട്. അതാണ് എന്നെ ഈ തരത്തിൽ എത്തിച്ചത്. സാറേ, എനിക്ക് സാറുമായിട്ട് പേഴ്സണലായ സഹായ ആവശ്യമുണ്ട്. അതായത് എന്റെ കൂടെ മരിയൻ കോളേജിലെ മാനേജരായിരുന്ന ഒരു വൈദികൻ ഫാദർ ജെയിംസ് കോഴിമല ഇപ്പൊ എന്റെ കൂടെ, ഞാൻ എന്റെ കീഴിൽ നിന്ന് ഞാൻ പറയുകയില്ല, എന്റെ കൂടെ PhD ചെയ്യുന്നുണ്ട്. ഞാനാണ് ഗൈഡ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളുടെ വിഷയം ദ ലീഡർഷിപ്പ് സ്റ്റൈൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഓൺ ദ സെലക്ട് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കേരള. ഇതാണ് ടോപ്പിക്. അപ്പൊ ഞങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ജീസസ് ക്രൈസ്റ്റ് വിഭാവനം ചെയ്ത ഈ സ്ഥാപനങ്ങളും ഇന്ന് അത് എയിലേ പോകുന്നു. എന്താണ് അതിന് സംഭവിച്ചത്? എന്തായിരിക്കും ഭാവി? ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് നമ്മളൊരു പഠനം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ തീർച്ചയായും ക്രിസ്ത്യാനിറ്റി ഇൻ ഇന്ത്യ, ക്രിസ്ത്യാനിറ്റി ഇൻ യൂറോപ്പ്, ക്രിസ്ത്യാനിറ്റി ഇൻ ഗ്ലോബൽ പെർസ്പെക്റ്റീവ്. ഞാൻ ഇതിനെക്കുറിച്ച് ക്രിസ്ത്യാനിറ്റി അവിടെ കേരളത്തിൽ എന്തുകൊണ്ട് ഇന്ന് 800 രൂപ കൂലിയിൽ നോർത്ത് ഇന്ത്യൻ പീപ്പിൾ അവിടെ വരുന്നു, അതിനൊരു കാരണങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റി ഇൻ യൂറോപ്പ്, ഇത് ഇവിടെ ക്ഷയിച്ചു പറയാൻ കാരണം, അതായത് 2000 ഇവിടെ 1990s 5 പേരാണ് ഇവിടെ സ്കൂളിൽ ഇവിടെ പള്ളിയിൽ വരുള്ളൂ. ഇവിടെ ആരും പള്ളിയിൽ പോവില്ല. ഇപ്പൊ അത് കൂടി 200 വരെയായി. ഇത് എന്താ അതിന്റെ കാരണം എന്ന് ഞാൻ നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞില്ലേ, ഒരു രാജ്യത്തിന്റെ പൾസ് അറിയണമെങ്കിൽ നമ്മൾ അവരുടെ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലൂടെ പോകണം. അങ്ങനെ ഞാൻ എനിക്ക് കാർ ഓടിക്കുന്നതിന് പോകുന്നതിന് പകരം ഞാൻ സൈക്കിൾ ചവിട്ടി 83 വയസ്സായ വ്യക്തികൾ തുടങ്ങി ബേബി വരെയുള്ള ആൾക്കാരുമായിട്ട് വ്യത്യസ്ത തലങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി ഇൻ യൂറോപ്പ് അത് ക്ഷയിച്ചു വരാൻ കാരണം എന്ന് മനസ്സിലാക്കി. പക്ഷെ പിന്നെ ഞാൻ ആ ഫയല് ഡെവലപ്പ് ചെയ്തില്ല, കാരണം എന്റെ ബ്രെയിൻ ചീത്തയാവും. അതുകൊണ്ട് ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഈ ഫയൽ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാം. ഞാൻ ആധികാരികമായിട്ട് അത് പറയില്ല, കാരണം ഞാൻ ഫോർഗെറ്റ് ആൻഡ് ഫോർഗീവ്. കാരണം എന്റെ ബ്രെയിനിലെ സെൽസ് ന്യൂറോ പെപ്റ്റൈഡ്സ് അതിന് വേണ്ടി ഇനി ഞാൻ ഉപയോഗിക്കില്ല. ഇനി അതിന്റെ റീസൺ കിട്ടി, വാട്ട്, വൈ, ഹൗ. ഇനിയിപ്പോ ക്രിസ്ത്യാനിറ്റി ഇൻ ഇന്ത്യ, നമ്മുടെ തൃശ്ശൂർ ബിഷപ്പ് എന്താണ് ഒരു തല രോഗമില്ലാത്ത ആൾ, ഞങ്ങൾ വി ആർ ഇൻ ICU എന്ന് പറയുന്നത്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അതിന് ചില കാരണങ്ങളുണ്ട്.
അപ്പൊ അതൊക്കെ അത് ഞാനിവിടെ പറയുന്നത് ശരിയല്ല. അപ്പൊ അത് ICUലുള്ളത് വാസ്തവമാണ്. അത് ഇനി അതിന്റെ ഗ്ലോബൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ ക്രിസ്ത്യാനിറ്റി അത് ഇന്റർനെറ്റിലുണ്ട്. അതൊക്കെ അത് ക്ഷയിച്ച് വരാൻ കാരണം എന്താണെന്നും അതൊക്കെ ഉണ്ട്. അത് ഞാൻ പറയുന്നത് ശരിയല്ല. ആ സബ്ജക്ട് ഞാൻ അതിൽ ഒരിക്കലും ഡീൽ ചെയ്യില്ല. ഞാൻ ഐ സ്റ്റോപ്പ് ദിസ്. Religion is different, religious principles are different. I'm sorry for this interruption. Thank you. Spirituality, not religion. Thank you very much for your understanding and patience. Okay. And your venerable time and energy. Okay. സാറിന്റെ നമ്പർ കിട്ടാൻ എന്നാ വഴി? I will put in my chat. Okay. സാബു സാറില്ലേ? സാബു സാർ എത്തിയില്ലെന്ന് തോന്നുന്നു. എറണാകുളത്ത് യാത്രയാ. ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനോ വല്ല നമുക്കൊരു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാൻ കേട്ടോ. എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആരാന്നോട് പറയാമോ? ശ്രീ വിചാരബിന്ദു. സന്തോഷം സാർ. തോമസ് പോൾ സാറ് വിളിച്ചപ്പോഴൊന്നും എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ ഫോൺ റിങ് ചെയ്യുന്നില്ലായിരുന്നു സാറ് വിളിച്ചപ്പോഴൊക്കെ സ്വിറ്റ്സർലൻഡിൽ. And you have requested me to send a voice clip, but I do not exactly remember what voice I have produced. The morning meditation, the meditation, auto suggestion. Oh, that is it. I will try, sir. Why? Because okay. During my discourse, I will be telling you about it. I myself forget, and just words come out of my mouth and my heart, so that I will not be able to recollect what I have once stated and what was my description on what point I was focusing. That is the main reason why I'm not able to recollect the particular point that you requested me. And sorry for that. Anyway, I tried my level best to see that is again reproduced and sent to you. Okay, thank you for your venerable pain and pleasure, time, energy. Fine. Thank you. Now, as far as the contention that we could make out by today's speech, what we have to think, we will have to have a correlation between the presentator and the commenter, Dr. Mr. Thomas Paul. The decline and fall of Rome, of course, has got its own reason. Likewise, for everything there is a reason. Why? On what perspective you told that Christianity is under decline? Yeah. It is in the internet. You can see there. Let me complete, sir. Christianity, if you are going to have a deep-rooted analysis, that is the way of life, and that is the style of life, and that is the philosophical sphere is there as far as Christianity is concerned. Likewise, every religion has got its own philosophy, but the philosophy that is underlining the everyday life is something different from the philosophy of the religion. Religion always has got only one mode. See that you are doing well in this physical life, and the metaphysical life, you are along with the God, along with the omnipotent. Yes, as correct. As the metaphysics is concerned, the quality and the serenity of metaphysics is that where physics ends, metaphysics starts. Yes. That which you can see, that which you can dissect, that which you can have experiments on are physics. That which you cannot see, that which you cannot put into an experiment, that which you cannot dissect, that which you can but feel is metaphysics. Yeah, correct. Yeah, correct. That is the subtle line whereby you will have to understand the greatness of metaphysics and the supporting factor whereby the metaphysics urges us to lead a very fruitful and very suggestive life, physical life. Physical life has got all kinds of relationship metaphysics. Then only physical life becomes beautiful and fruitful. Devoid of metaphysics, if you are going to have any other principles injected into your physical life, take it from me and take it from the omnipotent, that you are going to be a troublesome man, a troublesome creature in this universe,
whereby the universe will start biting you with different wounds, and you will be nullified after some time, for which you are the only reason and you are the only cause. Yeah, correct. This is my humble analysis about human life and metaphysical thoughts. Thank you very much. Yeah, it's exactly. That's why I stopped this analysis. Correct. Very good. Thank you. Thank you, sir. Thank you. ആർക്കൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിച്ചാലോ? ആർക്കും That is, this is Hello. a very Hello. subject subject. അതുകൊണ്ടാണ് Hello. സംസാരിക്കാൻ ബുദ്ധിമുട്ട്. സർ പറയണം സർ. സാറേ, പറഞ്ഞോളെ. ഞാൻ ജോസ് എന്നാണ് എൻ്റെ പേര്. ആ ജോസ് കെ കുര്യൻ എന്ന് പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാറുണ്ട്. ആ സാറിൻ്റെ ഞാനത് കേട്ടു. പക്ഷെ എനിക്ക് ചെറിയൊരു സംശയം എന്നാന്ന് ചോദിച്ചാല്, സാർ നമ്മളെപ്പോഴും ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ നന്മയും തിന്മയും വെച്ചാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. അപ്പം സാറ് പറഞ്ഞത് നമ്മളൊരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കുക, നമ്മുടെ അസറ്റ്സ് ഇൻക്രീസ് ചെയ്യുക, നമ്മുടെ സ്പിരിച്വൽ അസറ്റ്സ് ഇൻക്രീസ് ചെയ്യുക, അതൊക്കെ ശരി. പക്ഷെ നമ്മൾ ഈ ലോകത്തെ എടുക്കുമ്പോൾ ഒരു വളരെ ഇപ്പൊ ഇതിനകത്ത് അറ്റൻഡ് ചെയ്യുന്ന പറഞ്ഞ പോലെ വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ അതിനൊക്കെ പ്രാപ്തരായിട്ടുള്ളവരും, അല്ലെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കുന്നവരും. അത് ശ്രമം പോലും അവരുടെ കഴിവല്ല, അവർക്ക് എന്തോ ഈ പറയുന്ന പോലെ ചിലപ്പോൾ ഒരു പാസ്റ്റ് ലൈഫിലെ ഉള്ള ഒരു ഇതിൽ നിന്ന് വരുന്നതായിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ നമുക്ക് എപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ഹോൾ ജനറൽ ലെവലിൽ ചിന്തിക്കുമ്പോൾ എല്ലാവർക്കും ഒന്നും ഇത് പറ്റില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ നന്മയും തിന്മയും തിരഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അങ്ങനെ തിരയുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു നന്മയൊന്നും കണ്ടെത്താൻ പറ്റില്ല. നമ്മൾ നന്മയിലായിരിക്കുന്നത് പോലും സാറ് പറഞ്ഞ ഒരു നല്ല ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റിയത് സാറിന്റെ പേരൻസിന്റെ ഒരു ഇതുകൊണ്ട്, അനുഗ്രഹം കൊണ്ടാണെന്ന് പറയുന്നു. അങ്ങനെ ഒരു പേരന്റിനെ കിട്ടിയത് സാറിന്റെ ഒരു ഭാഗ്യം ഒന്ന് കൂട്ടാം. പക്ഷെ അങ്ങനെ കിട്ടാത്ത ഒരുപാട് പേരുണ്ടല്ലോ. ചിലപ്പോൾ ഈ ക്രിമിനൽസ് ആയിട്ട് നിൽക്കുന്നവരുടെയൊക്കെ പാസ്റ്റില് അവരുടെ ഒരു യങ്ങർ ലൈഫിലൊക്കെ ഭയങ്കര പീഡനങ്ങളൊക്കെ അനുഭവിച്ചവരാണല്ലോ ക്രിമിനൽസ് ആയി മാറുന്നത്. അപ്പൊ നമ്മൾക്ക് അവരെ നമ്മൾ വേർതിരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് ശരിക്കും അവരുടെ ആ ചൈൽഡ് ലൈഫിൽ ഭയങ്കര മിസറബിൾ കണ്ടീഷൻസ് ഉള്ളതുകൊണ്ടാണ് അവരങ്ങനെ ആയിപ്പോയത്. അപ്പൊ നമുക്ക് ഒരാളെയും ബൈബിളിൽ പറഞ്ഞിരിക്കുന്നല്ലോ വിധിക്കരുത് നീ വിധിക്കപ്പെടും എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒരാളെയും വിധിക്കാൻ അർഹതയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ലൈഫിൽ ഇത് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ഈ മനുഷ്യരിങ്ങനെ നല്ലവരാകുന്നത് ചീത്തയാകുന്നതെന്നൊന്നും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല. പക്ഷെ നമ്മൾ നല്ലവരായി അല്ലെ നമ്മൾ എന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ എല്ലാവരോടും പറയാനുള്ള ഒരു വ്യഗ്രതയുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ഒന്നുകൂടെ ഡീപ്പായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുത്തൻ നല്ലവനായിരിക്കുന്നത് പോലും അവന്റെ കഴിവുകൊണ്ടല്ല, ഒരുത്തൻ മോശമായിരിക്കുന്നത് അവന്റെ കുഴപ്പം കൊണ്ടുമല്ല. അങ്ങനെ ഒരു കൺസെപ്റ്റിൽ ഇതിനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു തലം, വിജയരവൻസു സാറ് പറഞ്ഞ പോലെ ഫിസിക്കൽ ലൈഫിന്റെ ഒരു എൻഡിലേ ഉള്ളൂ ഈ പറഞ്ഞ പോലെ സ്പിരിച്വൽ ലൈഫ് ഉണ്ട്. അപ്പൊ ഞാൻ ബൈബിളിൽ തന്നെ ഒരു വാക്യം പറയുന്നുണ്ടല്ലോ, ഭൗതിക ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉദ്ധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ ഒരു സ്പിരിച്വൽ ലെവലിലൂടെ എത്തിയെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന്റെ ഈ പറയുന്ന കാര്യങ്ങളെ പറ്റി പോലും അറിവ് കിട്ടുള്ളൂ എന്നുള്ളതാണ് എനിക്ക് ഒരു മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാതെ നമ്മളിപ്പോ ഒരു ഫിസിക്കൽ ലൈഫിൽ നമ്മൾ നന്മയെന്ന് പറയുന്നതിന് ശരിക്കും പറഞ്ഞാൽ പട്ടാളക്കാർ ഒരാളെ കൊല്ലുന്നു, അത് ശരിക്കും പറഞ്ഞാൽ കൊലപാതകം തന്നെയാണ്. പക്ഷെ ഈസ് ഫോഴ്സ്ഡ് ടു ഡു ദാറ്റ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എവിടെയാണ് നമുക്ക് നന്മ കണ്ടെത്താൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടെത്തിയ ചില നന്മകളും സിനിമകളും ഒക്കെ നമ്മൾ അങ്ങ് കൂട്ടിക്കുണിച്ച് അരിച്ച് നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നന്മയെന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ട് വളരെ മൈന്യൂട്ടാണ്. അത് സാധാരണ ഒരു മനുഷ്യൻ കണ്ടെത്തുന്ന രീതിയിൽ കണ്ടെത്തിയാൽ ചിലപ്പോൾ നമുക്ക് നന്മയായിട്ടൊക്കെ തോന്നും. പക്ഷെ അതിന്റെ ഉള്ളിലൊക്കെ ഒരുപാട് തിന്മകൾ കിടപ്പുണ്ട്. നമ്മളൊരാളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിലൊക്കെ ഒരു സ്വാർത്ഥത കിടപ്പുണ്ട്. അങ്ങനെയുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഉയർന്ന തലത്തിൽ നിന്ന് ഇതിനെ ഒന്ന് കാണുകയാണെങ്കിൽ സാർ അപ്പൊ ആ ഒരു ബൈബിളിനെയൊക്കെ സംബന്ധിച്ച് ബൈബിളിന്റെ ഒക്കെ ഒരു മീനിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു എയിം എന്ന് പറയുന്നത് ഒരു ആക്ച്വലി നമ്മളിപ്പോ ആലോചിച്ച് നോക്കിയാൽ യേശു ക്രിസ്തുവിനെ ക്രൂശി തെറിച്ചത് യഹൂദന്മാരാണ്, അല്ലെങ്കിൽ അവരുടെ പടയാളികൾ. അവര് അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ യേശു ക്രിസ്തു ക്രൂശി തെറിക്കപ്പെടുകയല്ലായിരുന്നോ? യഥാർത്ഥത്തിൽ അവരൊരു നിമിത്തമായതാ. യൂദാ പോലും ഒറ്റിയത് പോലും ഒരു നിമിത്തമായതാ. ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ഒരു എല്ലാവരും ഒരു നിമിത്തങ്ങളാണ്. ഓരോ സ്ഥലത്തും ആൾക്കാർ ഓരോ നിമിത്തങ്ങളായി മാറുക. ചിലര് നശിപ്പിക്കാൻ വേണ്ടിയും ചിലര് രക്ഷപ്പെടാൻ വേണ്ടിയും ഒക്കെയുള്ള ഓരോ നിമിത്തങ്ങളായി മാറുക. അപ്പൊ ആ ഒരു ആംഗിൾ ഇതിനെ കണ്ടാൽ സാർ എനിക്കൊന്ന് കുറച്ചുകൂടെ സ്റ്റഡി ഒന്നുകൂടെ വൈഡ് ആക്കാൻ പറ്റും. നമ്മളെപ്പോഴും നമ്മുടെ ആ മനുഷ്യന്റെ നന്മയും തിന്മയും തപ്പിക്കൊണ്ട് നടക്കുക. യഥാർത്ഥത്തിൽ ഇതിന്റെയൊക്കെ ഉയർന്നൊരു തലം
ചിലപ്പോൾ സാറിനെ സാറിനെ പോലെ ഇങ്ങനെ അന്വേഷിക്കുന്നവരും കണ്ടെത്താൻ ശ്രമിക്കുന്നവർക്കും കുറെ കൂടെ പറ്റുമെന്നാണ് എനിക്ക് ഒരു ഞാൻ ജോസാറിനോട് ഒരു കാര്യമേ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് സത്യം പറഞ്ഞാല് സാറിപ്പം പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത്, അതായത് ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. മഹാത്മാഗാന്ധി നിരാഹാരമായിരുന്നു. സ്വാഭാവികമായിട്ട് മഹാത്മാ ഇന്നത്തെ കാലമാണെങ്കിൽ നേരം വെളുക്കുമ്പോൾ നാളെ ഒരു അജ്ഞാത മൃതദേഹം ഒഴുകി നടക്കുന്നത് കണ്ടേന്, എടുത്ത് പൊക്കം വിട്ടേന്. ഇനി ബ്രിട്ടീഷുകാരുടെ മഹിമ കൊണ്ടുകൂടിയാണ് ഗാന്ധിജിക്ക് ശരിക്കും നിരാഹാരം വിജയിച്ചത്. സത്യമല്ലേ? അവർ അന്തസ്സുള്ളവരായിരുന്നുകൊണ്ട് അവര് ഈ മനുഷ്യന്റെ നന്മ കണ്ടുണ്ട്. അപ്പം നമ്മുടെ എല്ലാം ജീവിതത്തിൽ സത്യം കണ്ടെത്തുക വേണ്ടത്. അപ്പൊ ഇവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചാല് സത്യം എന്ന് പറയുന്നത് ഞാൻ എന്റെ സത്യമായിട്ട് പറയും, ജോസാറിന്റെ സത്യമായിട്ട് പറയും, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓരോ സത്യമായിട്ട് പറയും. യഥാർത്ഥ സത്യം ഒന്നല്ലേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് സത്യം കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ്. അപ്പൊ അതിന്റെ അകത്ത് ഞാൻ ഗവേഷകനായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ 6 കാര്യങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ മതി. അതായത് വൈ, വാട്ട്, വെൻ, വേർ, ഹു, ഹൗ. ഈ 6 ചോദ്യങ്ങൾക്ക് ഉത്തരം മതി. വൈ, വാട്ട്, വെൻ, വേർ, ഹു, ഹൗ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ റിപ്പയർഡ് ക്രിപ്ലിംഗ് പറഞ്ഞാണ്. എനിക്ക് 6 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ആ 6 സുഹൃത്തുക്കളാണ് എന്നെ ഞാനാക്കിയത്. അപ്പൊ ഞാൻ ഈ ഫ്രെയിംവർക്കിലൂടെ നോക്കി കഴിയുമ്പോൾ എപ്പോഴും സാർ പറഞ്ഞ പോലെ ഞാൻ ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കാറുണ്ട്. വാട്ട്, വൈ, വെൻ, വേർ, ഹു, ഹൗ. അപ്പൊ എളുപ്പത്തിൽ ഞാൻ ഓർത്തിരിക്കാൻ ഇങ്ങനെയാണ് പറയാറുള്ളത്. 5 ഭാര്യമാരും ഒരു ഭർത്താവ്. 5 ഭാര്യമാരും ഒരു ഭർത്താവ്. 5 ഭാര്യമാർ എന്ന് പറയുന്നത് വാട്ട്, വൈ, വെൻ, വേർ, ഹു. ഭർത്താവ് എന്ന് പറയുന്നത് ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഹൗ. അപ്പൊ ഇപ്പൊ ഇങ്ങനെ നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ ഈ സാറ് പറഞ്ഞ കാര്യത്തിലൂടെ നമ്മൾ ഏത് കാര്യത്തിൽ മനസ്സിലാവും. ചില കാര്യങ്ങൾക്ക് കൺട്രോൾ ഇന്റേണൽ ഫാക്ടേഴ്സ് എന്നാ പറയുന്നത്. കൺട്രോൾ ഇല്ലാത്ത എക്സ്റ്റേണൽ ആണ്. ജോസാറ് പറഞ്ഞാൽ പുറത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്, അത് നമ്മുടെ നിയന്ത്രണത്തിന് കീഴിലാണ്. സാറേ ഞാൻ ഇതിനകത്ത് കണ്ട ഒരു കാര്യം കൂട്ടിച്ചേർക്കാനായിട്ട് ഞാൻ എല്ലാവരും അറിയിലേക്ക് പറയാണ്. എനിക്ക് ഒരു റിസോർട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ല, അത് പാഞ്ചാലിമയുടെ അടുത്താണ്. അവിടെ 25 വർഷമായിട്ട് 3 ബ്രദേഴ്സ് 25 വർഷമായിട്ട് അവർ കാട്ടിൽ താമസിക്കുന്നുണ്ട്. 25 വർഷമായിട്ട് അവർക്ക് ഞാൻ ആഴ്ചയിൽ 1 തന്നെ പോകാറുള്ളതാണ്. ആര് വന്നാലും അവരെയൊക്കെ കൊണ്ടുപോകാറുള്ളതാണ്. അവർക്ക് ആകെപ്പാടെയുള്ള ആയുധം എന്ന് പറഞ്ഞ ഒരു കത്തിയും ചിരവയും മാത്രമേ ഉള്ളൂ. 25 വർഷമായിട്ട് അവരവിടെ കഴിഞ്ഞിട്ട് അവർക്ക് ആകെപ്പാടെയുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു കത്തിയും ഒരു ചിരവയും മാത്രമേ ഉള്ളൂ. അവര് തന്നെ ഉണ്ടാക്കിയ ഒരു 100 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്ടിലാണ് താമസിക്കുന്നത്. ഇപ്പൊ ആളുകളെല്ലാം അവരെ അന്വേഷിച്ച് ചെല്ലുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ സത്യം കണ്ടെത്തിയിട്ടുണ്ട്, അവര് നിധി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് അവർ വേറെ ആരെയും പുറത്തുള്ളവരെ സത്യം കണ്ടെത്താനായിട്ട് ശ്രമിപ്പിക്കാറില്ല. ആളുകൾ അവിടെ ചെല്ലുന്ന ആളുകളോട് അവരെങ്ങനെയാണ് സത്യം കണ്ടെത്തിയെന്ന് അവർ പറഞ്ഞു കൊടുക്കുക. അപ്പൊ തീർച്ചയായും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് സാറ് പറഞ്ഞതിന്റെ വെളിച്ചത്തില് ഈ ഗ്രാമപ്രദേശത്തിൽ സാധാരണക്കാരുടെ ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ, ഞാൻ പ്രത്യേകിച്ച് കൈറഞ്ചി ജനിച്ചു വളർന്ന ആളാണ്, എനിക്ക് കൈറഞ്ചിന്റെ നിഷ്കളങ്കതയെ പറ്റി നല്ല ബോധ്യമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന നന്മകളൊക്കെ കാണെങ്കിൽ ഏറ്റവും സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ പോയാൽ എനിക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. എന്റെ ഇപ്പൊ റിസോർട്ടിലെ എല്ലാ ആളുകളും തന്നെ ഞാൻ ഇങ്ങനെ ഇച്ചിരി മിഷൻ വർക്ക് നടത്തുന്നതുകൊണ്ട് ഞങ്ങൾ ടീമുണ്ട്. അവിടെ പോയി മിഷൻ വർക്ക് നടത്തിയിട്ട് അവരുമായിട്ടുള്ള ബന്ധം കൊണ്ട് വരുന്നതാണ്. അപ്പൊ ഞങ്ങളൊരു കുടുംബമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് പറഞ്ഞാൽ ഇതാണ്, സ്നേഹം കൊടുത്താൽ സ്നേഹം തിരിച്ചു കിട്ടും. എനിക്ക് എന്റെ കൂടെ 13 പേര് ബീച്ചിൽ എടുത്തിട്ടുണ്ട്. ഈ 13 പേരെ ഞാൻ ഒന്നെങ്കിൽ അവരവരുടെ വിശ്വാസത്തിലേക്ക്, ഹിന്ദുസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, അവരുടെ വിശ്വാസത്തിലേക്ക് ഞാൻ കൂടുതൽ അടുപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ വിശ്വാസം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഒരു PhD ചെയ്യുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവന്റെ സ്വന്തം കഴിവുകൊണ്ട് ഒരിക്കലും ഒരാൾക്ക് PhD കിട്ടത്തില്ല. അതായത് 10 പേര് PhD എടുക്കാൻ പോയാൽ 4 പേർക്ക് കിട്ടത്തുള്ളൂ, അതിന് 6 പേര് ഇട്ടേച്ചു പോകും. അപ്പൊ ഈ ഒരു സറണ്ടർ ഉള്ള ഒരാൾക്ക് മാത്രമേ കിട്ടുള്ളൂ, ഹിസ് ഓൺ ഗ്രേസ് കൊണ്ടേ കിട്ടുള്ളൂ. അപ്പൊ തീർച്ചയായും ഞാൻ കണ്ടുപിടിച്ച ഒരു കാര്യത്തിലേ ഉള്ളൂ, എനിക്ക് വേണ്ട സമാധാനവും സന്തോഷവും ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കും, അതായത് ദൈവം ഉണ്ടാക്കാൻ ശ്രമിക്കും. ഇതെല്ലാം ഉള്ളതുകൊണ്ട് എനിക്ക് സന്തോഷം കിട്ടുന്നുണ്ട്, സമാധാനം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആയിരിക്കും സമയത്ത് ബാക്കിയുള്ള ആൾക്ക്, എന്റെ അടുത്ത് വന്ന് റിസോർട്ട് വന്ന് പോകുന്ന ആൾക്കെല്ലാം ഞാൻ സന്തോഷം കൊടുക്കുന്നുണ്ട്, സമാധാനം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കിതെല്ലാം കൊടുക്കാൻ സാധിക്കുന്നത്. അതായത് അവസാന സമയത്ത് ഒരു ചോദ്യം ചോദിക്കുന്ന എന്റെ മനസ്സിൽ ഒരു ഉത്തരവ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു. ജോസാർ പറഞ്ഞ പോലെ ഞാൻ തീർച്ചയായും ബൈബിൾ പഠിച്ചു കഴിയുമ്പോൾ തീർച്ചയായും സാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ശ്രമിക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കാർക്കും ഉത്തരവില്ല. നമുക്ക് പക്ഷെ ഒരു മാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ, ഇന്നലത്തേക്കാൾ കുറച്ചുകൂടി നമ്മുടെ ജീവിതം മെച്ചപ്പെടാൻ ശ്രമിക്കും. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ക്ലാസ് പഠിക്കുന്നുണ്ട്. ആ ക്ലാസ്സിന്റെ അത് പറഞ്ഞിട്ടുണ്ട്, നമ്മളെല്ലാം ഒരു മിറക്കിൾ മീവനാകണം. ഓക്കെ, മിറക്കിൾ മീവൻ എന്നുള്ളതിന് ഇത്രേ ഉള്ളൂ. അതിന്റെ ഇക്വേഷൻ ഇതാണ്, M=F+E. F എന്ന് പറഞ്ഞ അൺവേവറിംഗ് ഫെയ്ത്ത്, E മീൻസ് എക്സ്ട്രാ ഓർഡിനറി എഫർട്ട്. നിങ്ങൾക്കും എനിക്കും നമുക്ക് ഓരോരുത്തർക്കും
ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, വിജയിക്കോ ഇല്ലയോ എന്നുള്ള പ്രധാനപ്പെട്ട നമ്മൾ ഉപയോഗിച്ച പ്രോസസ്സാണ്. നമ്മുടെ ജീവിതകാലത്ത് വിജയിക്കുകയോ പരാജയപ്പെടുവോ, സമ്മാനം കിട്ടുവോ സമ്മാനം കിട്ടാതിരിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ നമ്മൾ ഈ ചുരുങ്ങിയ കാലത്തിന് നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അക്ഷരത്തിന് ഇടയിലുള്ള അല്ലെങ്കിൽ 2 ഡേറ്റിന് ഇടയിലുള്ള ദിവസമാണ്. ആ സമയത്ത് നമ്മൾ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് ജോലി ചെയ്താൽ, അതിനകത്ത് പ്രത്യേകിച്ച് ഞാൻ ഒരു വാക്ക് ബൈബിളിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ജോൺ 17:4 പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. ഞാൻ എന്താണ് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി എന്ന് പറഞ്ഞു. എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി, ഞാൻ നിന്നെ മാതൃപ്പെടുത്തി. ഞാനിപ്പം ചെയ്യുന്ന ഒരു കാര്യം, ഓരോ ദിവസവും വൈകിട്ട് കിടക്കാൻ പോകുന്നതിന് മുമ്പിൽ ഇന്ന് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയോ, അതിൻ്റെ അത് വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടോ, നാളെ ഞാൻ അത് മാറ്റാൻ ശ്രമിക്കാറുണ്ട്. നാളെ എഴുന്നേൽക്കുമ്പോൾ പറയും, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഇതാ സറണ്ടർ ചെയ്തിരിക്കുന്നു, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എന്നോട് പറയുക, ഞാൻ ശ്രമിക്കും. എന്ന് ഞാൻ ചെയ്തുകൊണ്ട് ഞാൻ സന്തോഷം അനുഭവിക്കുന്നു, സമാധാനം അനുഭവിക്കുന്നു. ഞാനത് ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനൊരു ഉദ്ദേശം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ കണക്കിലെടുക്കുന്നു. അപ്പൊ എനിക്ക് അതുകൊണ്ട് സന്തോഷം കിട്ടുന്നുണ്ട്, സമാധാനം കിട്ടുന്നുണ്ട്, ഞാനത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന്റെ കാരണം ഈ 6 ചോദ്യങ്ങളുള്ളതാണ്: വാട്ട്, വൈ, വെൻ, വേർ, ഹൂ, ഹൗ. ഇതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അത് ഓരോരുത്തരും അവരുടെ ഫ്രെയിംവർക്കിൽ കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. അതുപോലെ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയുടെ മരണശേഷം എടുത്തൊരു തീരുമാനമാണ്, നമുക്ക് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് വൈ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഉത്തരം കിട്ടത്തില്ല. വാട്ട്, ഹൗ എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് നമുക്ക് ഉത്തരം കിട്ടുകയില്ല. പല കാര്യങ്ങളും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ ഉത്തരം കിട്ടത്തില്ല. അപ്പൊ നമ്മൾ ഇനി എങ്ങനെയും ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. അപ്പൊ അതുകൊണ്ട് അധികം ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ 6 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിച്ചാൽ നമ്മുടെ എല്ലാം ജീവിതം മതവിശ്വാസിയാണെങ്കിലും ഇല്ലെങ്കിലും നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് എൻ്റെ എളിയൊരു അഭിപ്രായം. ശരി സാർ, താങ്ക് യു. ഓക്കെ, റോയ് സാറേ, അല്ല തോമസ് സാറേ പറഞ്ഞ സാറിന് ഈ നമ്മുടെ ഹസ്ബൻഡും ഭാര്യയെ പറ്റി തന്നെ പറയുന്നു. ഹസ്ബൻഡും വൈഫോ? ഞാൻ പറഞ്ഞില്ലേ 5 ഭാര്യമാര് ഒരു ഭർത്താവ്. അല്ല, അതെ, വാട്ട്, വൈ, ഹൗ അത് മതി. വാട്ട്, വൈയും ഹൗ, ഇത് 3 ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഇംപ്ലോയിഡ് ആണ്, അതിന്റെ ബാക്കിലെല്ലാം വർക്ക് ചെയ്തോളും. പിന്നെ ടൈം ആൻഡ് സ്പേസ്, ഇത്രയും മതി. ടൈം, സ്പേസ്, വാട്ട്, വൈ, ഹൗ, ഇത്രയും മതി. സ്വാഭാവികമായിട്ട് ഇതെല്ലാം ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും കൃത്യം ആൻസർ അല്ല സാറേ? അതെ, കറക്റ്റ് ആണ്. എന്റെ ജോലി അതാണ്. ഇതാണ് എപ്പോഴും എനിക്ക് 1988 തുടങ്ങിയിട്ടുള്ള ജോലി ഇതാണ്. ഒരു നെവർ എൻഡിങ് പ്രോസസ് ആണ് അത്. എനിക്കിവിടെ ഏത് കാര്യവും, ഞാൻ എന്ത് കാര്യം എപ്പോഴും ആ പ്രസന്റ് എൻവയറമെന്റിൽ നിന്നുകൊണ്ട് വാട്ട്, വൈ. ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്, സിഗ്നൽ എങ്ങനെ വർക്ക് ചെയ്യണേ അതിനെ കുറിച്ച് അറിഞ്ഞ ചിന്ത. അപ്പൊ ഒരു നെഗറ്റീവ് തോട്ട് വരില്ല. അതാണ് എന്റെ കാരണം. പോസിറ്റീവ് തോട്ട്, മെയിൻറ്റെയിൻ പോസിറ്റീവ് തോട്ട്. അതെ, അങ്ങനെയാണ് അതിന്റെ കാര്യം. അത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കടകൾ കയറി ഇറങ്ങുമ്പോഴും പിന്നെ നമ്മൾ കമ്പാഷനേറ്റ് പ്രേയിങ്, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഒരുപാട് ഫീഡ്ബാക്ക് നമുക്ക് തിരിച്ചു കിട്ടും. നമ്മളവിടെ ഇന്റർസെസറി പ്രേയർ എന്ന് പറയും, അല്ലെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥന. അങ്ങനെ ഒരുപാട് അതിൽ നമ്മൾ ഇറ്റ് ഈസ് 0/0. നമ്മളത് ഇൻഫിനിറ്റി എന്ന് പറയാം. ഒരുപാട് നമുക്ക് മനുഷ്യനുകൊണ്ട് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നീങ്ങും. അത് നമ്മള് ഈ സാധാരണക്കാർക്ക് അത് മനസ്സിലാവില്ല. ഇപ്പൊ സാറിന് അത് മനസ്സിലാവും, എല്ലാവർക്കും അത് മനസ്സിലാവില്ല ഈ കാര്യം എന്താണ്. ഇപ്പൊ ഞാനത് മെഡിറ്റേറ്റ് ചെയ്യണതും, ഉദാഹരണത്തിന് ഞാൻ ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യണത്, സ്വിറ്റ്സർലൻഡിൽ എല്ലാ വസ്തുക്കളും പുറത്തുനിന്ന് വരണം, 14 മണിക്കൂറൊക്കെ പുറത്തുനിന്ന് വരണം. അപ്പൊ അവര് ഒരു ബനാന വരണമെങ്കിൽ ബ്രസീലിൽ കോസ്റ്ററിക്കുന്ന അവിടെ നിന്ന് വരുന്നത് എയർക്രാഫ്റ്റ്, ഫ്ലൈറ്റ്, അങ്ങനെയുള്ള എല്ലാ ആ ക്രൂ, ഫാമിലി, അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. റീറ്റെയിലേഴ്സ്, ഹോൾസെയിലേഴ്സ്, ഹൗ ദേ കം ഹിയർ. ഇതെങ്ങനെയുള്ള എൻ്റെ ഒരു യൂണിവേഴ്സൽ കോൺസെപ്റ്റ് ഉണ്ട്. എനിക്കൊരു വിഷൻ ബോർഡ് ഉണ്ട് എൻ്റെ ടോയ്ലറ്റിലും എൻ്റെ മുറികളിലൊക്കെ. ഇങ്ങനെ വളരെ ബോർഡുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഈ ബോർഡുകൾ കാണുമ്പോൾ ഉടനെ എൻ്റെ ന്യൂറോ പെപ്റ്റൈഡ്സ് റീകോൾ ചെയ്യും, ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോസ്റ്റ് ലെസ് ആൻഡ് ഹൈ പെർഫോമൻസ് ഫുഡാണ് ഞാൻ ഇവിടെ എല്ലാവർക്കും സെർവ് ചെയ്യുന്നത്. ഞാൻ തന്നെയാണ് എല്ലാം അത് അതിന്റെ പ്രൊക്യൂർമെന്റ് പ്രോസസ്സ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ക്ലീനിങ്. ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനിങ്, എൻ്റെ വൈഫ് സ്വിറ്റ്സർലൻഡിലെ VIP വാർഡിൽ വർക്ക് ചെയ്യണം. അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഓരോ മണിക്കൂറിലും അറിയാം, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, വളരെ ക്ലീനിങ് അതായിരിക്കും. ഇവിടെ ലെൻസ് വെച്ച് നോക്കിയിട്ടാണ് ക്ലീനിങ്
അതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അത്രയും ഇതാണ് സ്വിറ്റ്സർലൻഡിൽ. അപ്പൊ എന്റെ കിച്ചൺ അതുപോലെ ക്ലീൻ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഷോറൂം കണ്ടീഷനിൽ വീണ്ടും അതേ രീതിയിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ ശരിയാക്കി ഇടണം. അത് ഞാൻ ശരിയാക്കിയിട്ടില്ലെങ്കിൽ എന്റെ മെമ്മറി ഒരു ഗാർബേജ് പോലെയാവും. കാരണം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളായി. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്റെ മൈൻഡ് ഒരു ഗ്ലാസ്സിൽ മണലിട്ട് എങ്ങനെ കലക്കി കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും, അതുപോലെ ആയിട്ട് മാറും. അപ്പൊ അങ്ങനെ ആവാതിരിക്കണമെങ്കിൽ ഞാൻ വീണ്ടും ഷോറൂം കണ്ടീഷനിലേക്ക് വീണ്ടും കിച്ചണെ ആക്കി കഴിഞ്ഞാലേ ആവുള്ളൂ. ദ നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട്സ്, ദ സൈക്കിൾ സ്റ്റാർട്ട്സ്. Procurement, feeding, analyzing all these things. The new menu, European menu, Indian menu, Chinese menu. ഇങ്ങനെ പലതും അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു ഹാർമണി ഉണ്ടാകുന്നത്. ആ കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കുമ്പോൾ they will find happiness, there is some integrity and sustainability, and they have an attraction to come to home. So this is the way of life. I hope you can understand the concepts. Okay, sir. Okay. Thank you for your understanding, patience. Thank you very much for valuable comment. എന്തെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം സാർ. ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടി ചേർക്കാൻ? എല്ലാരും പറഞ്ഞു കഴിഞ്ഞോ? Yes, I think so. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ വളരെ സന്തോഷം. ബേബി സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വോയിസ് മെസ്സേജ് വർക്ക് ചെയ്യുമോ സാറേ? ഒരു 5 മിനിറ്റോടെ കഴിഞ്ഞാൽ ഞാൻ വീട്ടിലെത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നോക്കാം. അത് വേണ്ട, കുഴപ്പമില്ല സാറേ, അത് പോട്ടെ. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ നടത്തുവാണെങ്കിൽ ഞാൻ എത്തും. ഡിസ്കഷൻ നടത്താം, പക്ഷെ ഇവിടെയുള്ള ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞ ആശയങ്ങള് ഇപ്പോ എല്ലാവർക്കും വിചാരം മനസ്സിലാവും. ഇങ്ങനെ അപൂർവം ചില വ്യക്തികൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞോളൂ സാർ. അപ്പത്തേക്ക് ഞാൻ എത്തും ഒരു 5 മിനിറ്റോടെ. എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ എനിക്കറിയാന്ന് പറഞ്ഞത്. ഒലണ്ണ സാറേ, ഒലണ്ണ സാർ എന്തെങ്കിലും ചോദിച്ചേ? അതെ സാർ, എനിക്ക് എന്റെ നെറ്റ് ഇത്രയും നേരം പോയി, ഞാനിപ്പോ കേറിയതുള്ളൂ. തോമസ് പോൾ സാർ പറയുന്നത് ജസ്റ്റ് ഒന്ന് കേട്ട് അത്രേ ഉള്ളൂ, ബാക്കിയെല്ലാം പോയി. നമുക്കൊരു കാര്യം ചെയ്യാം, 1 to 1 ടോക്ക് നടക്കാം. ഞാൻ ഒരു കാര്യം ചെയ്യാം, എല്ലാവരും ഞാൻ നമ്മുടെ റിസോർട്ടിലേക്ക് സ്വാഗതം ചെയ്യും. നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി ചർച്ച നടത്താം. ആകെ ഇപ്പൊ 24 മണിക്കൂറേ ഉള്ളൂ, 5 മണിക്കൂർ ഉറങ്ങാൻ പറ്റുന്നുള്ളൂ. 7 മണിക്കൂർ ഉറങ്ങണമെന്ന് ആഗ്രഹം. ഞാൻ 14 മണിക്കൂറും പഠിത്തമാ. ഞാൻ 14 മണിക്കൂറും രാവിലെ വൈകിട്ട് 11 കിടന്നിട്ട് 4 എഴുന്നേക്കുന്നത്. അത്ര ബാക്കി മുഴുവൻ പഠനമോ? എവിടെയാ ബേബി സാറിന്റെ സ്ഥലം എവിടെയാ സാറേ? എന്റെ യഥാർത്ഥ സ്ഥലം ഈ കുട്ടിക്കാനത്തിന് അടുത്തുള്ള അമലഗിരി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. തൃശങ്കു സ്വർഗത്തിന്റെ അടുത്താണ്. തൃശങ്കു അത് അല്ല, തൃശങ്കു എന്ന് പറഞ്ഞ കുട്ടിക്കാനമാണ്. എന്റെ പ്രോപ്പർട്ടി മുറിഞ്ഞവഴ എന്ന് പറയും. മുറിഞ്ഞവഴ, കുട്ടിക്കാനത്ത് നിന്ന് 5 കിലോമീറ്റർ മുമ്പുള്ള മുറിഞ്ഞവഴ. പുതിയ ഒരു ടൂർ സെന്ററാ പാഞ്ചാലിമേട്. ഞാൻ അവിടെ വന്നിട്ടുണ്ട്. ആദ്യത്തെ പ്രോപ്പർട്ടി എന്റെയാ. ഓക്കെ. ഞാൻ അവിടെ വന്നിട്ടുണ്ട്. വളരെ മനോഹരമായ സ്ഥലമാണ്. ഓഫ് കോഴ്സ്, അവിടെ വന്നു കഴിഞ്ഞാൽ ശബരിമലയുടെ ഇത് കാണാലോ. അത് തന്നെ, അവിടെ ഒരു 30,000 പേര് മലകൾ കാണാൻ വരുന്ന. അത് തന്നെ, ആ പോയിന്റിൽ ഞാൻ വന്നിട്ടുണ്ട്. അതെ. ഇപ്പൊ സാറേ പാഞ്ചാലിമേടാണോ സാറേ? നല്ലതായിട്ട് ഡെവലപ്പ് ചെയ്ത്. എന്തോ പാഞ്ചാലിമേടാണോ? പാഞ്ചാലിമേടാണോ സാർ? അതെ, പാഞ്ചാലിമേട് പോകുന്ന വഴിക്കാ സാറേ. എന്റെ സ്ഥലത്ത് 3.5 കിലോമീറ്റർ പോയാൽ പാഞ്ചാലിമേട് ആകും. എന്റെ മെയിൻ റോഡിൽ നിന്ന് 1 കിലോമീറ്റർ പോയാൽ മതി. മുറിഞ്ഞവഴയെന്ന് പാഞ്ചാലിമേടിന് പോകുന്ന വഴിക്ക് 1 കിലോമീറ്റർ മാത്രം. ഓ ശരി, ഓക്കെ സാർ. അതുപോലെ സാറേ, എന്തെങ്കിലും എന്റെ ഫോൺ നമ്പർ എല്ലാം ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പേഴ്സണലായിട്ട് വല്ലതും ചോദിക്കാനുണ്ട് തീർച്ചയായും പറഞ്ഞ ആൾക്ക് പറഞ്ഞു. ബേബി സാറേ, ആ നമ്പർ ഒന്ന് ഇട്ടേക്കാവോ? ചാറ്റിൽ ഇല്ല. എന്റെ ഒരു കാര്യം ചെയ്യാം സാറേ, ഞാൻ ആ ബേബി സാറേ, ഒരു ചെറിയ സജഷൻ. അതായത് ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ പല കാരണങ്ങളും കേറാൻ പറ്റിയില്ല. സാറിന്റെ ക്ലാസ് ഒന്ന് ബ്രീഫ് ചെയ്ത് പറയാമോ? നേരത്തെ സാബു സാർ വരും.
ഓ, അത് ബ്രീഫ് ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? മാസ്റ്റാണ്. അത് പറ്റുമോ? റെക്കോർഡിംഗ് ഉണ്ട്, റെക്കോർഡിംഗ് ഉണ്ട്. ഉണ്ട്. അതെ. ബേബി സാർ ഒന്ന് ബ്രീഫ് ചെയ്തോ, ഇപ്പോഴത്തേക്ക് ഞാൻ എത്തും 5 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും കിട്ടും. അങ്ങനെയാണെങ്കിൽ സാറിനോട് എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ആർക്കെങ്കിലും അങ്ങനെയാണെങ്കിൽ 5 മിനിറ്റ് വരെ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാം. സാർ ഇപ്പം വരുമെന്നാ പറഞ്ഞു. അപ്പൊ നമുക്ക് പൊതുവായിട്ട് ഒരു കാര്യം ചെയ്യും. ഓരോരുത്തരുടേതായ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ. അപ്പൊ എന്താണെങ്കിലും നമുക്കെല്ലാം വേണ്ടത് സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടേതായ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഓരോ ദിവസം പുതിയ കാര്യങ്ങൾ പുതിയ രീതിയിൽ ചെയ്താൽ, വ്യത്യസ്തമായി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് കണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കരമായ ആനന്ദം കിട്ടും. അതുവരെ നമുക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പം ഇപ്പൊ നമ്മൾ ആളുകളെ കാണുന്നു, ആളുകളുടെ അടുത്ത് പോകുമ്പോൾ മീറ്റിങ്ങിലൂടെ ഞങ്ങൾ പോകുന്ന ആളുകളോട് ഭയങ്കര ബന്ധപ്പെടുന്നു. കുറെ ആളുകൾ നമ്മുടെ ഒരു എഫർട്ട് കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. അവർ കുടിയന്മാര് കുടി നിർത്തിയിട്ടുണ്ട്, അതുപോലെ ഡൈവോഴ്സ് ഉള്ള കാര്യങ്ങൾ ഒഴിവായി പോയിട്ടുണ്ട്, അതുപോലെ അവരെല്ലാം ഫിനാൻഷ്യൽ പ്ലാനിങ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആനന്ദമാണ്. അപ്പം അത് ഇതിനെല്ലാം കാരണം ഇതാണ്, ഇങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ടാണ്. നമുക്ക് ഭാവിയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കിട്ടുന്നതാണോ ഇല്ലെന്നുള്ളത് നമുക്ക് അറിയുന്നില്ലാത്ത കാര്യമാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ, നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കാൻ ഒരു ഊർജ്ജമായിട്ട് മാത്രമേ ഞാൻ ഈ സ്പിരിച്വൽ ഡെപ്പോസിറ്റ് അക്കൗണ്ടിനെ കാണുന്നുള്ളൂ. അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്താണേലും നമ്മുടെ ഒരു ചിന്തയാണ്, നമ്മൾ പണം ഉണ്ടാകുന്നുണ്ട്, പണം ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് സന്തോഷിക്കാം. പക്ഷെ അത് പണം നമ്മൾ മറ്റുള്ളവരുമായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാകും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായ ഒരു ആനന്ദം ഉണ്ടാകുന്നത് മാത്രമല്ല, കുറേ പാവങ്ങൾ മനുഷ്യർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് ഞാൻ കൃത്യമായിട്ട് അനുഭവത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അതുകൊണ്ട് ആരെന്തൊക്കെ, പ്രത്യേകിച്ച് ഒരു റിസോർട്ടൊക്കെ നടത്തുമ്പോൾ അറിയാൻ സാധിക്കും, ഒത്തിരി തരം പ്രശ്നങ്ങൾ വരും. ആളുകളൊക്കെ സ്കട്ട് വിട്ടാല് അതൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം അതുകൊണ്ട് പേറ്റിവിട്ടുകൊണ്ട് തടയും. ഞാൻ സാധാരണ ആർക്കും ഒരു കൈക്കൂലി കൊടുക്കുന്ന വ്യക്തിയല്ല, അധ്യാപകനായി പോയത്. കാത്തിരിക്കും, ആളുകളെ മാറ്റിയിട്ട്, സെക്രട്ടറിയെ മാറ്റിയിട്ട്, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരെ മാറ്റിയിട്ട് എനിക്കെല്ലാം അപ്രൂവ് കിട്ടിയത്. അതാണ് എന്റെ വിശ്വാസം. നമ്മൾ ആരെയും മാറ്റാറില്ല, നമ്മൾ നിന്ന് കൊടുക്കും. വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടിലൂടെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാനിതെല്ലാം നേരിട്ട് അനുഭവിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളൂ. അത് ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ശ്രമം നടത്തിയാൽ നമുക്ക് സന്തോഷം കിട്ടും. ബേബി സാറിന്റെ നമ്പർ ഒന്ന് പറയാമോ? എല്ലാരും നമ്മൾ ചെയ്യുന്നുണ്ടെന്നേ. ബേബി സാറിന്റെ നമ്പർ ഒന്ന് പറഞ്ഞേക്കാം, നേരിട്ട് പറയാമോ? പറയാം, ഇപ്പം തന്നെ പറഞ്ഞേക്കാം. 944 75 72 670. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ. ഞാൻ അങ്ങോട്ട് എനിക്ക് നമ്പർ കിട്ടുകയാണ്. ഞാൻ സാബു സാറിന്റെ ചോദിച്ചിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇത്രയും പേരെ ഉള്ളല്ലോ. ഞാൻ തീർച്ചയായിട്ടും ഞാൻ നമ്പർ ഏതായാലും രീതിയിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ സാർ, ഒന്നുകൂടി പറഞ്ഞു. എനിക്ക് പറ്റുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യുന്നതായിരിക്കും. നമുക്ക് സമയം സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ആ കാട്ടിൽ താമസിക്കുന്ന പ്രദേശത്ത് നമ്മളൊന്ന് കാണേണ്ടതാണ്. ഈ 25 വർഷമായിട്ട് ആ കാട്ടിൽ താമസിക്കുന്നവർ ഏതൊരു അവസരം കിട്ടിയാല് കണ്ടാല് നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടിന് ഒത്തിരി വ്യത്യാസം വരും. അത് സാറിന്റെ റിസോർട്ടിന് അടുത്താണോ? അവിടെ നിന്ന് 3 കിലോമീറ്റർ പോയാൽ മതി സാർ. 3 കിലോമീറ്റർ പോയാൽ വളരെ അടുത്താ. ഓ ശരി. ആ സ്ഥലത്തിന്റെ പേരെന്താ അവര് താമസിക്കുന്നത്? അവര് താമസിക്കുന്ന സാറേ നല്ലതണ്ണി എന്ന് പറയും. അത് അടുത്ത് തന്നെ സാറേ. ആ പാഞ്ചാലിമേട് തൊട്ടടുത്ത, പാഞ്ചാലിമേട് സൈഡിൽ കൂടെ താഴോട്ട് പോയിട്ട് ഇച്ചിരി കയറ്റം കയറണം. ഒരു 400 മീറ്റർ കയറ്റം കയറണം, അത്രേ ഉള്ളൂ. സാറേ, അങ്ങോട്ട് വന്നാൽ അവരെ ഒന്ന് കാണാൻ സാറിന്റെ സഹായങ്ങളൊക്കെ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും സഹായിക്കാവുന്ന ആളല്ലോ സാറ് പറഞ്ഞ. അതെ, അല്ല എന്നാലും ഒന്നോടൊന്ന് ചോദിക്കായിരുന്നു, കൺഫേം ആക്കിക്കോ, നേരിട്ട് ചോദിച്ചോ. ഉറപ്പ് വരുത്തുമായിരുന്നു. ആളില്ല വന്നാലും സ്റ്റക്കായി, നെറ്റ് ഹാങ് ആയി. നെറ്റ് പോയി കാണും. സിസ്റ്റം ഹാങ് ആയി കേൾക്കാം. റോയ് സാർ എന്നേലൊക്കെ പറ സാറേ. റോയ് സാർ ഞങ്ങളോട് തലമൂത്ത ആളല്ലേ.
റോയ് സാറിന്റെ വഴി കൂടെയാണ് ഞാനിന്ന് പോകുന്ന വഴിക്ക് ഞാൻ ഉദ്ദേശിച്ച പോലെ റേഞ്ചുകളൊക്കെ പല പ്രശ്നങ്ങൾ, ഒരിടത്തും പ്രോപ്പറായിട്ട് റേഞ്ച് ഇല്ല. സാറിന്റെ വീട്ടിൽ കയറിയാൽ മതി, ഇച്ചിരി മേടിച്ചോണ്ട് വരാം. അത് സാറിന്റെ വീടിന് മുമ്പിൽ വരെ ഞാൻ പോയി, പക്ഷെ അപ്പൊ എനിക്ക് റേഞ്ച് കിട്ടി. സാറ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. സാബു സാർ വീട്ടിലെത്തിയില്ലേ? ഒന്നുകൂടെ സാറ് ജോയിൻ ചെയ്തു. ആൾക്കാർക്ക് ഞാൻ അപ്പത്തേക്ക് മറ്റേ ചെയ്തതല്ല. തോമസ് സാർ എന്തോ പറയാന്ന് പറഞ്ഞില്ലല്ലോ. തോമസ് സാറ് ഞങ്ങൾക്കൊക്കെ മനസ്സിലാകുന്ന ഭാഷയിൽ അങ്ങ് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഇനി നമ്മളതിനെ വേണേ നമ്മുടെ വിചാരവിദ്വാൻ സാറ് പറഞ്ഞ പോലെ ഞാൻ പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അതിനെ കുറിച്ച് പഠിച്ചു, അതിന് റിസൾട്ട് കിട്ടി. ഇനി അത് പറയാൻ പാടില്ല. സാറ് പറയുന്നത് പോലെ തന്നെ ഞാൻ അന്ന് മനസ്സിൽ കണ്ടു. അത് വെച്ച് അതോടെ തന്നെ അന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇനി ഞാൻ റീകോൾ ചെയ്യില്ല. അതിൽ ചില പോയിന്റ്സ് ഉണ്ട്, ഈ റിലീജിയനും റിലീജിയസ് പ്രിൻസിപ്പിളും എന്താണെന്നുള്ള വ്യത്യാസം എന്താണ്. അപ്പൊ അത് ഇവിടെ പറയാൻ പാടില്ല, ഒരു സ്ഥലത്തും പറയില്ല ഞാൻ. അതിന്റെ ഡ്രോബാക്സ് ഉണ്ട്, ഒരുപാട് നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് ഞങ്ങൾക്ക് ഇപ്പൊ ആകെ ഒരു സങ്കടമായിപ്പോയി. സാർ അത് പറയുമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കും. ഒരു പുതിയ ടൈപ്പാണ് വിഷം നടത്തിപ്പോട്ടെ. എന്നാ പറ്റിയെല്ലാം കണ്ടു. അതും കുറെ പറഞ്ഞ പ്രശ്നമാണ്. പറയാൻ കൂടിയില്ല. ഞാൻ മോശം കഴിഞ്ഞു. സാബു സാറ് എത്തിയില്ലല്ലോ. ഒറ്റ മിനിറ്റ്, ഞാൻ ഇപ്പൊ കയറി. ബേബി സാറ് പറഞ്ഞതേ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് പറയൂ. ഞാനാണെങ്കിലും ആദ്യത്തെ 3 ടോപ്പിക്കുകളെ ഞാനും കേട്ടുള്ളൂ. ആദ്യത്തെ 3 ടോപ്പിക്ക് ഞാൻ കേട്ടില്ലായിരുന്നു. സാർ അതൊന്ന് ജസ്റ്റ് ആദ്യത്തെ 1-2 പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് പറയും. സാറേ പറഞ്ഞേക്കാം. അപ്പൊ ഞാൻ ഒന്ന് സമ്മറൈസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച ഇത്രയും കാര്യമേ ഉള്ളൂ. 3 സൗണ്ട് കുറവാണോ? ടൈറ്റിൽ തന്നെ ഇതാണ്, സ്പിരിച്വൽ അക്കൗണ്ടിങ് ഫോർ എഫക്റ്റീവ് പാരന്റിങ്. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സാധാരണ എപ്പോഴും കണക്കെന്ന് കേൾക്കാറുണ്ട്. അത് വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും അതുപോലെ കമ്പനികളിലെല്ലാം കണക്കെന്ന് പറയുന്ന ഒരു കാര്യം കേൾക്കാറുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ് കണക്ക്, അത് എങ്ങനെയാണ് ജീവിതത്തിന്റെ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ അവസാനം കണ്ടുപിടിച്ചത്. പക്ഷെ ഞാൻ തുടക്കത്തില് എനിക്ക് ഇതെല്ലാം പറയാനായിട്ട് സാധിച്ചത് ഒരു ഫാമിലിയുടെ ഒരു ഓറിയന്റേഷൻ എന്നാണ്. എന്റെ മാതാപിതാക്കളും ലഭിച്ചതാണ്. അപ്പൊ അവർക്ക് റോൾ മോഡലായിട്ട് ഉണ്ടായിരുന്നത് അതായത് ജീസസ് ഓഫ് നസറത്ത്, അതായത് ഹോളി ഫാമിലി. അപ്പൊ അവിടെ അവരില് പിതാവിലും മാതാവും അതുപോലെ തന്നെ മകനും ഉണ്ട്. അവർ കണ്ട 3 പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് ആണ് ആദ്യം പറഞ്ഞത്. ഒന്ന്, ഒരാള് അതായത് ജോസഫ് എന്ന് പറഞ്ഞാൽ നീതിമാനായിരുന്നു എന്ന് പറഞ്ഞാല് സ്വാഭാവികമായിട്ട് എല്ലാ കാര്യങ്ങളും ശരിയോ തെറ്റോ, അതായത് ദൈവം എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ചെയ്തു. അതുപോലെ തന്നെ വളരെ കരുതുള്ള വ്യക്തിയായിരുന്നു. മാതാവ് ശരിക്കും പറഞ്ഞ എല്ലാ കാര്യങ്ങളും സറണ്ടർ ചെയ്ത ആളായിരുന്നു. ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് എല്ലാം മാതാപിതാക്കൾക്ക് വിധേയമായിട്ട്, അതായത് പ്രായത്തിലും ജ്ഞാനത്തിലും ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതായിരുന്നു എന്റെ മാതാപിതാക്കളുടെ റോൾ മോഡൽ. അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ എനിക്ക് കിട്ടി. അപ്പം അതിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളെല്ലാം ഞാൻ പങ്കുവച്ചു. അതിൽ നിന്നാണ് ഞാൻ കണക്ക് പുസ്തകം ഉണ്ടാക്കിയത്. അതിലൊക്കെയാണ്, അതായത് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും, ലക്ഷ്യവും നല്ലതായിരിക്കണം, മാർഗവും നന്നായിരിക്കണം, അതുപോലെ തന്നെ നല്ല പണം മാത്രമേ സ്വീകരിക്കാവൂ, അല്ലെങ്കിൽ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അക്കൗണ്ടിങ് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി 3 തരത്തിലുള്ള അക്കൗണ്ടിങ് ഉണ്ട്. ഒന്ന്, സിംഗിൾ അക്കൗണ്ട് സിസ്റ്റം, ഒരു കാര്യം മാത്രമേ രേഖപ്പെടുന്നുള്ളൂ. 2, ഒരു കാര്യത്തിന്റെ 2 വശങ്ങളും രേഖപ്പെടുത്തും. അതാണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ബൈബിൾ എടുത്തിട്ട് ഇതിനു വേണ്ടി ഞാൻ ഈ 15 മിനിറ്റ് അല്ലെങ്കിൽ ഇത് ഞാൻ ആ പേരന്റിംഗ് ക്ലബിൽ ഒരു 15 മിനിറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു 30ഓളം മണിക്കൂർ ചെലവഴിച്ച് ഉണ്ടാക്കിയ ഒരു ടോപ്പിക്കാണ്. ഞാൻ എന്റെ ഒരു റിസർച്ച് ഗൈഡായ ആള് വൈദ്യനാന്ന് ഞാൻ പറഞ്ഞല്ലോ, മാനേജർ. ഞങ്ങൾ ഒരുമിച്ച് യാത്രയിൽ പോയിരുന്ന് ഞങ്ങൾ ഇവിടെയും ഗുണം കിട്ടും, ഭാവിയിലും ഗുണം കിട്ടും. അതായത് ഇഹലോക ജീവിതത്തിലും പരലോക ജീവിതത്തിലും പ്രയോജനം കിട്ടുന്ന കാര്യങ്ങളെയാണ് ഈ 5 ദൈവവചനമായിട്ട് എടുത്തു വെച്ചിരുന്നത്.
അതാണ് 5 കാര്യങ്ങൾ. അതിൽ നിന്ന് കിട്ടിയ പ്രിൻസിപ്പിൾസ് ആണ് 5 അസറ്റ് ആയിട്ടും അത് ചെയ്യാത്ത ആളുകളെ 5 ലയബിലിറ്റി ആയിട്ട് മാറ്റി. അതുപോലെ തന്നെ ഇതിനെല്ലാം അടിസ്ഥാനം ബൈബിളിലെ 2 കഥകളാണ്. ഒന്ന് 10 കന്യകമാരുടെ ഉപമകൾ, അതായത് 10-ൽ 5 പേർക്ക് വിവേകം ഉണ്ടായിരുന്നു, 5 പേർക്കില്ല. അവിടെയും 10 എന്നൊരു കണക്കുണ്ട്. പിന്നെ രണ്ടാമത്തേത് ഇതായിരുന്നു താലന്തുകൾ. അവിടെയും 5, 2, 1 എന്ന് പറയുന്നുണ്ട്. 5 ഉള്ളവന് 10 ആക്കി, 2 ഉള്ളവന് 4 ആയി, 1 ഉള്ളവരെ എടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ എല്ലാം ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതകാലത്ത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ വിവേകത്തോടെ നമ്മൾ വർദ്ധിപ്പിക്കണം. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ വിവേകത്തോടെ വർദ്ധിപ്പിക്കണം. നമ്മൾ ആരും ഉടമസ്ഥരല്ല, നമ്മളെല്ലാം സൂക്ഷിപ്പുകാരാണ്, അല്ലെങ്കിൽ നമ്മൾ ഭൃത്യനാണ്. അതുപോലെ യജമാനൻ വരുമ്പോൾ കണക്ക് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കണം. ഈ കണക്ക് എന്തെന്ന് പറഞ്ഞാൽ മരണശേഷം ഞാൻ വിശ്വസിക്കുന്നത് അടുത്ത ഒരു സ്വർഗം എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ അങ്ങോട്ട് പോകണോ എന്ന് തീരുമാനിക്കുന്നത് ഈ ബാലൻസ് ഷീറ്റിലെ നെറ്റ് അസറ്റ് ആണോ നെറ്റ് ലയബിലിറ്റി ആണോ എന്ന് നോക്കിയാണ്. എല്ലാവർക്കും അസറ്റും ഉണ്ട്, എല്ലാവർക്കും ലയബിലിറ്റി ഉണ്ട്. അപ്പൊ നെറ്റ് അസറ്റ് കൂടുതലാണെങ്കിൽ വലതുവശത്തേക്ക് നിർത്തും. അതായത് മത്തായിയുടെ സുവിശേഷത്തിൽ 25 അധ്യായത്തിലെ കൺസെപ്റ്റ് ആണ് അന്ത്യവിധി. അല്ലാത്തവർക്ക് ഇടതുവശത്തേക്ക് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഞാൻ അവതരിപ്പിച്ച കാര്യം ഇത്രേ ഉള്ളൂ. അതായത് ഒരു മതത്തെ പറ്റിയോ അങ്ങനെയൊന്നും പറയാനല്ല ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇത്രേ. വാദിക്കാൻ ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്, വാദിക്കാനും ജയിക്കുവാനും അല്ല, അറിയാനും അറിയിക്കുവാനാണ്. അതുപോലെ തന്നെ ഒരു ഡയലോഗ് നടക്കാൻ വേണ്ടി എനിക്ക് വളരെ സന്തോഷം ഉണ്ടായ കാര്യം എല്ലാവരും തന്നെ ഇതിൻ്റെ അകത്ത് ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്തു. എനിക്ക് കൂടുതൽ കാഴ്ചപ്പാടുകൾ കിട്ടി. അപ്പം തീർച്ചയായും നമ്മളെല്ലാവരും ഏത് മതത്തിൽ വിശ്വസിച്ചാലും അവർ വിശ്വസിക്കുന്ന മതം അനുസരിച്ച് ആ പുസ്തകങ്ങൾ വിളിച്ചതിലെ എക്സ്പാൻഡ് മതമില്ലാത്തവർക്കാണെങ്കിൽ പ്രപഞ്ചത്തിന്റെ ആ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ വെച്ച് നമുക്ക് അതിനെ എക്സ്പാൻഡ് ചെയ്യും. അതുപോലെ തന്നെ ഓരോ വിഷയക്കാർക്കും ഇപ്പൊ സാർ പോൾ സാറ് ചെയ്തതുപോലെ സാറ് മെറ്റാബിസിസ് അല്ലെങ്കിൽ ബിസിനസിന്റെ കാഴ്ചപ്പാടിലൂടെ ആളെ കണ്ടു, വിചാരബിന്ദു സാറ് വേറെ ഒരു കാഴ്ചപ്പാടിലൂടെ കണ്ടു, ഞാൻ കൊമേഴ്സിന്റെ കാഴ്ചപ്പാടിലൂടെ കണ്ടു, വേറെ ലിറ്ററേച്ചറുകാർക്ക് വേറൊരു കാഴ്ചപ്പാട് കാണാം, സോഷ്യോളജിസ്റ്റിന് വേറെ കാഴ്ചപ്പാട്. അപ്പൊ ഈ 3 കാര്യം വ്യത്യസ്തമായിട്ട് ധാരാളം ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങളാണ്. സ്പിരിച്വാലിറ്റി, അക്കൗണ്ടിങ്, പേരന്റിങ്. ഞാൻ ഇത് 3 കൂട്ടി ഒരു ക്ലബ് ചെയ്ത് ഒരെണ്ണം ഉണ്ടാക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു വൈഡ് വേണമെങ്കിൽ ഒരു PhD ചെയ്യാനുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് ഞാൻ അവതരിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പം അവസാനമായിട്ട് ഞാൻ ഒടി പറഞ്ഞു നിർത്തിയ കാര്യമാണ്. സാബു സാർ ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല, ഇല്ലല്ലോ, കേട്ട് കാണുകയില്ല. അതായത് ജീവിതത്തില് റിപ്പയർ ക്ലിപ്പിംഗ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. 5 W ഒരു H വേണം. അത് ഞാൻ കാഷ്വലായിട്ട് പറഞ്ഞു. 5 ഭാര്യമാര് ഒരു ഭർത്താവ് വേണം. Y വാട്ടർ, അതുപോലെ തന്നെ ഹൗ. അപ്പൊ ഞാൻ തീർച്ചയായും ഓരോ ദിവസവും ഈ 6 കാര്യങ്ങൾ വെച്ചാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ചില സ്ഥാപനങ്ങൾ, ചില വ്യക്തികൾ നിലനിൽക്കുന്നു, അവരുടെ കുടുംബം നിലനിൽക്കുന്നു, നന്നായിട്ട് പോകുന്നു. ചിലത് വളരെ നന്നായിട്ടുള്ള കാര്യങ്ങൾ ഇല്ലെന്നായി പോകുന്നു. കമ്പനികൾ, വലിയ കമ്പനികൾ ഇല്ലെന്നായി പോകുന്നു. കമ്പനികൾ നിലനിൽക്കുന്നു. അതെല്ലാം നിലനിൽക്കുന്ന സ്ഥാപനങ്ങൾ, നിലനിൽക്കുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ മൂല്യങ്ങളിൽ പണിതാണ്. മൂല്യം ഓരോരുത്തരാണ് തീരുമാനിക്കുന്നത്, ആവേശമാണ്. എന്നാലും സത്യത്തിലും നീതിയിലും പണിയുന്ന ഭവനങ്ങൾ മാത്രമേ നിലനിൽക്കുള്ളൂ. ഇത്രയാണ് സാബു സാറെ ഞാൻ ഈ ക്ലാസ്സിൽ കൂടെ പങ്കുവെച്ചത്. ഓക്കെ, താങ്ക് യു. സാബു സാറേ കേൾക്കാം സാറേ, കേൾക്കുന്നില്ലേ? ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവസാനിപ്പിച്ചു സാറേ. സാറിനി ആ വീഡിയോ ഉണ്ടെങ്കിൽ മാത്രം ഇടുക, അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. പറയാം. ഒറ്റ സെക്കൻഡ് ഞാൻ കരുവരും. സ്ക്രീൻ കാണാമല്ലോ അല്ലേ? കാണാം സാർ. അത് ഇന്നലെ ഇട്ട, ഇന്നത്തെ വേറെ. ഇതാ സാറേ, ഇത് രണ്ടുമാണ്. ഓക്കെ. ഹായ് എവ്രിവൺ, എൻ്റെ പേര് അഞ്ജു. ഞാൻ MDVV സാറിൻ്റെ അലിസ് ടീച്ചറിൻ്റെ മോളാണ്. ഞാൻ ബാംഗ്ലൂരിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി വർക്ക് ചെയ്യുന്നു. അപ്പൻ പേരൻറ്റിങ്ങിനെ കുറിച്ചൊരു ക്ലാസ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അപ്പനിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് പഠിച്ചതും ഞങ്ങളിപ്പോൾ പ്രാവർത്തികമാക്കുന്നതും എല്ലാവരും പ്രാവർത്തികമാക്കിയാൽ നല്ലതാകുന്നതുമാണെന്ന് തോന്നുന്ന ഏതാനും കാര്യങ്ങൾ
ഹലോ സാബു സാറ് കട്ടായി പോയല്ലോ. എൻ്റെ പേര് അഞ്ജു. ഞാൻ MDVV സാറിൻ്റെ അലിസ് ടീച്ചറിൻ്റെ മോള ആണ്. ഞാൻ ബാംഗ്ലൂരിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി വർക്ക് ചെയ്യുന്നു. അപ്പൻ പേരൻറ്റിങ്ങിനെ കുറിച്ചൊരു ക്ലാസ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അപ്പനിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് പഠിച്ചതും ഞങ്ങളിപ്പോൾ പ്രാവർത്തികമാക്കുന്നതും എല്ലാവരും പ്രാവർത്തികമാക്കിയാൽ നല്ലതാകുന്നതും ആണെന്ന് തോന്നുന്ന ഏതാനും കാര്യങ്ങൾ എല്ലാവരോടും പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും എൻ്റെ ജീവിതത്തിൽ അപ്പനും അമ്മയിൽ നിന്നും എന്നെ സ്വാധീനിച്ച ഏറ്റവും വലിയ കാര്യം പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് അപ്പൻ പറഞ്ഞിരുന്ന കാര്യമാണ്. ഏത് കാര്യം ചെയ്യാൻ തുടങ്ങിയാലും പ്രാർത്ഥിച്ച് ചെയ്യുക, പ്രാർത്ഥനയിൽ അടിയുറച്ച് ജീവിക്കുക, വിശ്വാസത്തോടെ ജീവിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ള വലിയ പാഠം മാതാപിതാക്കളിൽ നിന്ന് പഠിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. പിന്നെ എപ്പോഴും ഒരു സ്പിരിച്വൽ ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം എന്നിട്ട് നമ്മൾ ഫിനാൻഷ്യലായിട്ട് അക്കൗണ്ട് FD ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ അതിനോട് ചേർന്ന് സ്പിരിച്വലായിട്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എപ്പോഴും ഉണ്ടാക്കുന്ന കാര്യം മാതാപിതാക്കൾ എപ്പോഴും പറഞ്ഞിരുന്നു. മാത്രവുമല്ല എപ്പോഴും പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരണമെന്നും അവരെ സ്നേഹിക്കണമെന്നും ആവശ്യങ്ങളിൽ കണ്ടറിഞ്ഞ് സഹായിക്കണമെന്നും ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ഞങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിച്ചു. എൻ്റെ ഞങ്ങളുടെ വ്യക്തിജീവിതത്തിൽ എൻ്റെയും ചേട്ടൻ്റെയും വ്യക്തിജീവിതത്തിൽ ഏത് കാര്യങ്ങളിലും ഇത് ഞങ്ങളുടെ പഠനത്തിൻ്റെ കാര്യത്തിലായാലും ജോലിയുടെ കാര്യത്തിലായാലും തീരുമാനങ്ങൾ എടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തന്നിരുന്നു. വ്യക്തി സ്വാതന്ത്ര്യത്തെ എൻ്റെ മാതാപിതാക്കൾ നന്നായി മാനിച്ചിരുന്ന മാതാപിതാക്കളാണ്. അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളും അവരുടെ ഇഷ്ടങ്ങൾ മക്കളിൽ അടിച്ചേൽപ്പിക്കാതെ മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ വളർത്താൻ കഴിയണമെന്നുള്ള ഒരു വലിയ കാര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ഞങ്ങൾ പഠിച്ചു. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ വളർത്തുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പിന്നെ പഠനത്തിൽ മാത്രമല്ല മറ്റുള്ളവരോട് പരിചയവും മനുഷ്യരോട് സഹജീവികളോട് സ്നേഹത്തിൽ പെരുമാറണമെന്ന് മാതാപിതാക്കൾ ഞങ്ങൾ പഠിപ്പിച്ചു. ഈ കാര്യങ്ങളൊക്കെയാണ് പെട്ടെന്ന് എൻ്റെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും പഠിച്ചതും എല്ലാം ഞങ്ങൾ ഞങ്ങൾക്ക് തോന്നുന്നതുമായ കാര്യങ്ങൾ. ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന എല്ലാവർക്കും എല്ലാ ആശംസകളും സ്നേഹവും നേരിടും. ഹായ് എവരിവൺ, എൻ്റെ പേര് അഞ്ജു. പ്രാവർത്തികമാക്കുന്നതും എല്ലാവരും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് തോന്നുന്നതുമായ കാര്യങ്ങൾ. ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന എല്ലാവർക്കും എല്ലാ ആശംസകളും സ്നേഹവും നേരുന്നു. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഹലോ എവ്രി വൺ, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ഡോക്ടർ ആലൻ. ഞാൻ MDVV സാറിൻ്റെ മകനാണ്. ഞാനിവിടെ ഒരു 8 വർഷമായി ദുബായിൽ എമിറേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റഡീസ് എന്ന ഗവൺമെൻറ് സ്ഥാപനത്തിൻ്റെ ഹെഡ് ഓഫ് ട്രെയിനിങ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. സാറിൻ്റെ മകനാണ്. ഞാനിവിടെ ഒരു 8 വർഷമായി ദുബായിൽ എമിറേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റഡീസ് എന്ന ഗവൺമെൻറ് സ്ഥാപനത്തിൻ്റെ ഹെഡ് ഓഫ് ട്രെയിനിങ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. It's a pleasure and honor to be part of this parenting group discussion. ഇതിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. വാട്ട് ഐ ലേൺ ഫ്രം മൈ പാരൻസ്. അപ്പോൾ അതിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇസ് എൻ്റെ ഫാദറിൽ നിന്ന് ഞാൻ പഠിച്ചേക്കുന്നത് ഇസ് ദ ലേണിംഗ് ക്യൂരിയോസിറ്റി. ഈ പ്രായത്തിലാണെങ്കിലും എൻ്റെ ഫാദർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വയസ്സായ കാലത്തും ആൾക്കാർ പഠിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇറ്റ്സ് എ കണ്ടിന്യൂസ് ലേണർ. ഈ നെവർ സ്റ്റോപ്സ് ലേണിംഗ്. എവിടെ എന്ത് കണ്ടാലും എഴുതിയെടുക്കും, നോട്ട്സ് ഉണ്ടാക്കും. ഇതൊന്നും ചെറുപ്പക്കാർക്ക് പോലും പറ്റുന്ന കാര്യങ്ങളല്ല. സോ ദാറ്റ്സ് സംതിങ് വെരി അമേസിങ് അബൌട്ട് ഹിം. സോ ദാറ്റ്സ് സംതിങ് ദാറ്റ് ഐ ഹാവ് ഓൾസോ ട്രൈ ടു ഇംബൈബ്. അതുപോലെ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം,
അതെനിക്കൊരു വലിയ ക്വാളിറ്റി ആയിട്ട് തോന്നിയത്. ദിസ് ഇസ് എൻറ്റർപ്രന്യൂറിയൽ ആറ്റിറ്റ്യൂഡ്. ഒരു വളരെ സീലുള്ള ഒരു എൻ്റർപ്രനർ ആയിട്ട് ഹി ഓഫൺ ബിഹേവ്സ് ലൈക്ക് ദാറ്റ്. അത് തന്നെയാണ് ഈ 60 വയസ്സ് കഴിഞ്ഞിട്ട് ഹി സെറ്റപ്പ് എ റിസോർട്ട് ബിസിനസ് ആൻഡ് ഹിസ് വെരി സക്സസ്ഫുള്ളി റണ്ണിങ് ഇറ്റ്. സോ ദാറ്റ് സംതിങ് ദാറ്റ് ഐ ഹാവ് ലേൺഡ് ആൻഡ് ഐ ട്രൈ ടു ഇംബൈബ്. ഇത് ബിസിനസ്സിൽ മാത്രമല്ല, നമ്മൾ എന്ത് കാര്യം ചെയ്താൽ അതിലൊരു വ്യത്യസ്തമായി ചെയ്യുക, അതിലൊരു ഒരു ഡിഫറൻസ് കൊണ്ടുവരിക എന്നൊരു ആപ്റ്റിറ്റ്യൂഡ്, അത് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചൊരു പോയിൻ്റാണ്. വേറൊരു കാര്യം, റിസ്ക് ടേക്കിംഗ് മെൻറ്റാലിറ്റി. ഒരു റിസ്ക് എന്ന് പറയുമ്പോൾ ഒരു മണ്ടൻ റിസ്ക്കോ അല്ല ഒരു വലിയ റിസ്ക് അങ്ങനെയല്ല. ഒരു ഇറ്റ്സ് മോർ ഓഫ് എ കാൽക്കുലേറ്റഡ് റിസ്ക്. എൻ്റെ ഒരു പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ നോക്കി റിസ്ക് റിവാർഡ്, ഒരു റിസ്കിനേക്കാളും ഫേവറബിൾ ആണ് റിവാർഡ്സ് എങ്കിൽ അദ്ദേഹം ഒത്തിരി ഒന്ന് ആലോചിച്ച് ഇങ്ങനെ സമയം കളയാതെ ഒരു കാര്യത്തിലേക്ക് കിടക്കുന്നു. അതിൽ ദാറ്റ് സംതിങ് ആൾക്കാർ എതിര് പറഞ്ഞാൽ പോലും ഹി ഹസ് മെയ്ഡ് എ ഡിസിഷൻ, ഹി ഗോസ് ഹെഡ് വിത്ത് ദാറ്റ്. അതിലെൻ്റെ മദറും അങ്ങനത്തെ കാര്യങ്ങളിൽ വെരി സപ്പോർട്ടീവ് ആയിരുന്നു. ഐ തിങ്ക് ദാറ്റ്സ് ദ റീസൺ ഹൗ ഹി കുഡ് ഡു ദാറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ദാറ്റ്സ് വാട്ട് ഐ ഹാവ് ലേൺഡ് ഫ്രം മൈ പാരൻസ്, and this is something that I would like to share before this crowd. So thank you so much. Pleasure being a part of this. Thank you. Okay, sir. ഇപ്പൊ ഇങ്ങനെയായിരിക്കണം മക്കളെ വളർത്തേണ്ടതെന്ന് സാറ് എന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു അല്ലേ? അതല്ല സാറേ, ഇവിടെ സന്തോഷം വെച്ചോളൂ. ഇങ്ങനെ മക്കൾ പറയുന്ന രീതിയിലായിരിക്കണം മക്കളെ വളർത്തേണ്ടത്, അങ്ങനെയാ പറയുന്നത് അല്ലേ സാർ? അല്ല, ബേബി സാറിന് അതിന്റെ റിസൾട്ട് കിട്ടിയല്ലോ. സോ കൺഗ്രാജുലേഷൻസ്, യുവർ പെയിൻ ആൻഡ് പ്ലഷർ applied to this universe and your life path, and you got a reward from the physical world and the spiritual world. That is why I select this topic. Thank you very much. Okay, baby sir. Special thanks. അപ്പൊ സാറ് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് വരുന്നതായിരിക്കും. സാർ സാറേ ഒരുപാടും ചെയ്യണം സാറേ. എല്ലാവർക്കും നമ്മുടെ എനിക്ക് എല്ലാവരുടെയും നമ്പർ ഇല്ല, PPT ഒന്ന് അയച്ചു കൊടുക്കണം, നമ്പർ ഒന്ന് കൊടുക്കണമെന്ന് എല്ലാരും പറഞ്ഞിട്ടുണ്ട് സാറേ. ഒന്ന് കൊടുത്തേക്കോ? ഓക്കെ ഓക്കെ, PPT-യിലെ നമ്പർ എല്ലാം ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ആർക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ എന്റെ നമ്പറിൽ ഒന്ന് ഒരു വാട്സപ്പ് അടിച്ചേക്കൂ. ആർക്കെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ എനിക്കറിയാവുന്ന കോൺടാക്ട് ചെയ്താൽ മതി. സാറിന്റെ നമ്പറും PPT എല്ലാം ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടേക്കൂ, ഞാൻ ഇട്ടേക്കാം. എനിക്കറിയാവുന്നവർ എല്ലാവർക്കും ഞാൻ അയക്കാം. ഇനി ആരുടെയും നമ്പർ കിട്ടിയില്ലെങ്കിൽ ജോർജ് എം സാറിന്റെ നമ്പർ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. റെഡ്മി ആരായിരുന്നു? തോമസ് പോൾ സാർ, റോയ് സാറ്, ജോൺ സാറ്, വിജയബിന്ദു സാറ്, തോമസ് അച്ഛൻ, സുജിത്ത്, ശ്രീകുമാർ സാറ്, ഇവരൊക്കെ ഉണ്ട്. ജോർജ് സാറിന്റെ ഉണ്ട്, അനിത മാമിന്റെ ഉണ്ട്. അനിത മാമ നിന്നൊക്കെ പറഞ്ഞൊന്നും സംസാരിച്ച് കേട്ടില്ലല്ലോ. ഞാൻ ഈ സംസാരം കേട്ട് വൈക്കത്ത് നിന്ന് സാറ് റോയ് സാറിന്റെ വീടിന്റെ മുമ്പിൽ വന്നിട്ടാണ് ഞാൻ ആദ്യം ഒന്ന് അഡ്രസ് ചെയ്തത്. ആ സമയത്ത് അത് ബ്രേക്ക് ആയി പോയി. അവിടെ ഭയങ്കര റേഞ്ച് പ്രശ്നം. തലവലപ്പറമ്പില് തലപ്പാറയിൽ വന്നിട്ട് ഞാൻ കറക്റ്റ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന 6:05 ഞാൻ അവിടെ വന്നു. അപ്പൊ ഞാൻ തലവലപ്പറമ്പ് എക്സ്ചേഞ്ചിന്റെ അങ്ങോട്ട് പോയി. എന്നാൽ അവിടെ കറക്റ്റ് ആയിട്ട് റേഞ്ച് കിട്ടും. പക്ഷെ അവിടെ 4G ഇല്ല. അപ്പൊ ഞാൻ പിന്നെ റിട്ടേൺ തിരിച്ചു വന്ന് സാറിന്റെ വീടിന് മുമ്പിൽ നിന്നിട്ടാണ് ഞാൻ ഒന്നുകൂടെ അനൗൺസ് ചെയ്തത്. ഞാൻ ബ്രഹ്മമംഗലത്തിന് പോയതാ, വൈക്കത്തിന് പോയതാ, എറണാകുളത്തിന് പോയതാ. ഓക്കെ, ഇനി വരുമ്പോ ടൈം കണ്ടുപിടിച്ച് വരാം. ഇന്ന് ഭയങ്കര തിരക്കായി. അല്ല പറഞ്ഞോളൂ, കേൾക്കാം. സാർ, ഞാന് ഇന്നിപ്പോ ഒരു മരണം കഴിഞ്ഞിട്ട് ഒരുപാട് ദിവസമായി എന്റെ കസിന്റെ വീട്ടില്. അങ്ങനെ ഇന്ന് അവിടെ ഒന്ന് പോകുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വെച്ച് എന്റെ വേറൊരു കസിനും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം അവർക്ക് ശല്യം ഉണ്ടാവണ്ടെന്ന് വെച്ച് വളരെ പതുക്കെ ഇടയ്ക്കൊന്ന് കേട്ടതേ ഉള്ളൂ. അപ്പൊ എനിക്ക് വിഷമം തോന്നി, എനിക്ക് കേൾക്കാൻ പറ്റിയില്ലല്ലോ എന്നല്ല. അപ്പൊ എന്തായാലും സാറിന്റെ മക്കൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും എനിക്ക് തോന്നി അത് കേൾക്കേണ്ടതായിരുന്നു. എന്തായാലും ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ ഇനി കേൾക്കാം. പിന്നെ എന്തായാലും സാർ പാഞ്ചാലി മേടിന് ഞങ്ങളും വരുന്നുണ്ട്. ഞാനിത് കേട്ടോടനെ എന്റെ മകളോട് പറഞ്ഞു നമുക്കും പോണം പാഞ്ചാലി മേടിന്. കേട്ടോ സാർ? തീർച്ചയായും അവിടെ നമുക്ക് ഒരു വട്ടമേശ സമ്മേളനം കൂടെ നടത്തും.
അതെ അതെ അത് ഒരു പ്രോഗ്രാം നടത്താം സാർ. അതിനുള്ള എല്ലാ സെറ്റപ്പും സാർ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നാവും. ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് സാറേ, എല്ലാവർക്കും ഒന്നിച്ചു വാ. കൂട്ടുപിടിക്കുന്നത് എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാമെങ്കിൽ. സാബു സാറ് ഡേറ്റ് ഫിക്സ് ചെയ്തു. തീർച്ചയായിട്ടും എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. കാരണം എന്താ വെച്ചാല് ജോർജ് സാറിന്റെ നമ്പർ പറയുന്നത്. കാരണം വെച്ചാൽ നിങ്ങൾ എന്റെ പേരിൽ ഒന്ന് ഗൂഗിൾ അടിച്ചു നോക്കൂ, സാബു കേരളം എന്ന് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കൂ. എന്റെ കലാപരിപാടികളൊക്കെ അവിടെ കാണാം. അപ്പൊ ഞാൻ അത്രമാത്രം യാത്ര ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പ്രകൃതിയിലേക്ക് ഒരു യാത്ര എന്ന് പറഞ്ഞൊരു ബ്ലോഗ് ഉണ്ട് എനിക്ക്. ഏകദേശം 2 ലക്ഷം പേരത് വ്യൂ ചെയ്യുന്നതാണ്. അപ്പൊ അത്രമാത്രം എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്രോസസ്സാണത്. അതെന്റെ ആദ്യത്തെ പാഷനായിരുന്നു. ഇപ്പൊ ഇതാണ് എന്റെ പാഷൻ. അപ്പൊ ഞാനിങ്ങനെ പാഷൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റും. എന്തായാലും സാറേ, പിള്ളേരുടെ പരീക്ഷ ഒക്കെ ഇല്ലാത്ത സമയം നോക്കിയേ, മഴയൊക്കെ മാറിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ദിവസം ഒന്നിച്ചു പോകാം. ഒരു കാര്യമേ, ഏറ്റവും ഇടുക്കി കാണാൻ പോകുന്നത് മഴക്കാലത്താ സാറേ. ഇടുക്കിയായിരിക്കുന്ന മഴക്കാലത്താ. ആണോ? അതെ, ഇടുക്കിയുടെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ ഈ സമയമാണ് ഏറ്റവും നല്ലത്. മഴക്കാലത്താണ് ഇടുക്കിയായിരിക്കുന്നത്. മഴക്കാലത്ത് വരിക, അട്ടയൊക്കെ കടിക്കും, നല്ല സുഖമാ. ഇപ്പോഴൊക്കെ നല്ല റൈറ്റ് സമയമാണ്. ഞങ്ങളെല്ലാം പൈസയൊക്കെ എടുത്ത് ഫുള്ളായിട്ടിരിക്കുന്ന ഫാമിലിക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. നമുക്ക് ഫാമിലി ആയിട്ട് കൂടാം, കാര്യങ്ങൾ ചെയ്യാം. 8 റൂമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കൊറോണയുടെ പ്രോട്ടോകോൾ കൂടുതൽ ആൾക്ക് താമസിക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. സാറേ, ഒരു പ്രോഗ്രാം അവിടെ വെച്ച് നടത്താം. ഓക്കെ സാർ. ആൾക്കാർക്ക് സമയമില്ല. ഓക്കെ സാർ. അപ്പൊ നമുക്ക് എനിക്ക് 8 മണിക്ക് വേറെ പ്രോഗ്രാം ഉണ്ട്. ഓക്കെ, മുൻകൂട്ടി തീരുമാനിക്കുകയാണെങ്കിലേ 1-2 ദിവസം നമുക്ക് അവിടെ തങ്ങാം. ഷുവർ. അയ്യോ, ഓക്കെ, അപ്പൊ കാണാം. സീ യു. ഓക്കെ, ഗുഡ് നൈറ്റ്.